പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഈശോയെ നന്ദി, ഈശോയെ ആരാധന. പരിശുദ്ധാത്മാവേ നന്ദി, പരിശുദ്ധാത്മാവേ നന്ദി. നിങ്ങൾക്ക് സുഖമാണോ? സന്തോഷമാണോ? സമാധാനം ഉണ്ടോ? അവിടെ ഓരോന്നിനും ഇങ്ങനെ ഒരു സ്ട്രെങ്ത് ഇങ്ങനെ കുറഞ്ഞുകൊണ്ടിരിക്കുക അല്ലേ? അപ്പം നമുക്കൊന്ന് പരിശുദ്ധ അമ്മയോട് മരിയൻ ഫ്രൈഡേ പരിശുദ്ധ അമ്മയോട് ചേർന്ന് പ്രാർത്ഥിച്ച് ഈ ശുശ്രൂഷകൾ ആരംഭിക്കാം. നിങ്ങൾക്ക് പിണക്കമൊന്നുമില്ലെങ്കിൽ ഒന്ന് എഴുന്നേറ്റ് നിൽക്കാവോ? സന്തോഷത്തോടെ ഒന്ന് എഴുന്നേറ്റ് നിൽക്കാവോ? ചേർന്ന് പ്രാർത്ഥിക്കാം അല്ലേ? ചേർന്ന് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവേ വരണമേ, പരിശുദ്ധാത്മാവേ വരണമേ. ഇപ്പൊ പരിശുദ്ധാത്മാവ് വരണമെങ്കിൽ ഇങ്ങനെ വിളിച്ചാൽ മതിയാ? ആയിരങ്ങളും പതിനായിരങ്ങളും ചേർന്ന് വിളിക്കുന്ന ആ ശബ്ദത്തോടും ആ കൃപയോടും ആ തുറവിയോടും കൂടെ വിളിച്ചെങ്കിലേ ചങ്ങാതി വരുള്ളൂ, അല്ലെങ്കിൽ അവിടെ നിൽക്കും കേട്ടോ. അപ്പം എങ്ങനെ വിളിക്കണം? ഈ ഹോളിൽ ആൾക്കാർ വന്നു തുടങ്ങിയിട്ടുള്ളൂ. അപ്പം നമുക്കൊന്ന് ചേർന്ന് വിളിച്ചാലാ? ഒരു 50 പേര് കേൾക്കുമാറ്. നമ്മുടെ പനക്കലസിനൊക്കെ പറയണത് അങ്ങനെയാണ്, അടുത്തിരിക്കുന്ന ഒരു 50 പേര് കേൾക്കുമാറ് അത്ര സ്വരത്തിൽ വിളിക്കണം എന്നാണ് പറയണത്. നമുക്ക് ഒരുമിച്ച് വിളിക്കാം, ആത്മാവിനെ വിളിക്കാം. പരിശുദ്ധാത്മാവേ വരണമേ, അങ്ങയുടെ ഇഷ്ടദാസിയായ, അങ്ങയുടെ ഇഷ്ടദാസിയായ കന്യാമറിയത്തിന്റെ വിമല ഹൃദയത്തിന്റെ ശക്തമായ മധ്യസ്ഥത വഴിയായി ഞങ്ങളിൽ വന്ന് നിറയണമേ. എങ്ങനെ വരാനാ പരിശുദ്ധാത്മാവിനോട് പറഞ്ഞത്? എങ്ങനെ വരാനാ പറഞ്ഞേ? ഇപ്പൊ പ്രാർത്ഥിച്ചല്ലോ. എങ്ങനെ വരാനാ പറഞ്ഞത്? അങ്ങയുടെ ഇഷ്ടദാസിയായ പരിശുദ്ധമ്മയുടെ വിമല ഹൃദയത്തിന്റെ ശക്തമായ മധ്യസ്ഥത വഴി എഴുന്നള്ളി വരണമെന്നാ പ്രാർത്ഥിച്ചത് കേട്ടോ. രാവിലെ വല്ലതും കഴിച്ചായിരുന്നോ? കഴിച്ചോ? ഒന്നിനും ഉത്തരവില്ല. അത് എന്ത് പറ്റി? ഞാനിവിടെ ഇടയ്ക്ക് വരാറുള്ളത്, അപ്പം നിങ്ങൾ ഉത്തരവൊക്കെ പറയാറുണ്ടല്ലോ. അപ്പം എന്ത് പറ്റി? ഒരു തണുപ്പ്, ഒരു ആലസ്യം ഒക്കെ ഉണ്ടെന്ന് എനിക്ക് തോന്നണത് അല്ലേ? ഒക്കെ മാറിപ്പോകട്ടെ. ചേർന്ന് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവേ വരണമേ, അങ്ങയുടെ ഇഷ്ടദാസിയായ. എനിക്ക് തോന്നുന്നേ ആ വലത് കരത്തിൽ ജപമാല ഒന്ന് എടുത്ത് പിടിച്ചേൻ. അപ്പൊ പെട്ടെന്ന് 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 അഭിഷേകം പൊട്ടി 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 വരും. ഓക്കെ കേട്ടോ. പരിശുദ്ധാത്മാവേ വരണമേ, അങ്ങയുടെ ഇഷ്ടദാസിയായ പരിശുദ്ധ കന്യകാമറിയത്തിന്റെ വിമല ഹൃദയത്തിന്റെ ശക്തമായ മധ്യസ്ഥത വഴി ഞങ്ങളിൽ വന്ന് നിറയണമേ, ഞങ്ങളിൽ വന്ന് വസിക്കണമേ, ഞങ്ങളിൽ വന്ന് വസിക്കണമേ, ഞങ്ങളെ നയിക്കുകയും ചെയ്യണമേ, ഞങ്ങളെ നയിക്കുകയും ചെയ്യണമേ. അപ്പൊ യേശുവിന് എത്ര ശിഷ്യന്മാരുണ്ടായിരുന്നു? ഉത്തരം പറയണം കേട്ടോ, അല്ലെങ്കിൽ ഞാൻ പണങ്ങും. ഈശോയും പണങ്ങും. എത്ര ശിഷ്യന്മാരുണ്ടായിരുന്നു? 12. അതിലൊരാൾ എന്ത് ചെയ്തു? അല്ല, ആ ചങ്ങാതി പിന്നീട് എന്ത് ചെയ്തു? പോയി. അപ്പൊ എത്ര പേരുണ്ട്? ഈ 11 പേരും ക്രിസ്തുവിന്റെ മരണത്തിന് ശേഷം എന്ത് ചെയ്തു? എന്ത് ചെയ്തു? ചിതറിയോടി. ശിഷ്യപ്രധാനിയായ പത്രോസ് പറഞ്ഞു, നമുക്ക് പഴയ പണിക്ക് പോകാം. ശുശ്രൂഷയിൽ വന്ന് പ്രാർത്ഥിച്ചിട്ട് ഒരു അഭിഷേകം ലഭിക്കാതെ പോയാൽ, ഒരു അനുഗ്രഹം നേടാതെ പോയാൽ നമ്മൾ പറയും, എന്ത് പറയും? ഈ പരിപാടി ഇവിടെ നിർത്താം. നമ്മുടെ കുഴപ്പമില്ല. ശിഷ്യപ്രധാനിയായ പത്രോസ്, ക്രിസ്തുവിന്റെ ആദ്യത്തെ വികാരിയായ മാർപ്പാപ്പയായ പത്രോസ് പറഞ്ഞു, എടുത്തുചാട്ടക്കാരനും ക്ഷിപ്രകോപിയുമായ പത്രോസ് പറഞ്ഞു, നമുക്ക് പഴയ പണിക്ക് പോകാം. ഏതാ പഴയ പണി? ഏതാ പഴയ പണി? നമ്മുടെ പഴയ പണി ഏതാ? പറയണ്ട. നമുക്ക് ഓരോരുത്തർക്കും ഓരോ പഴയ പണി ഉണ്ടല്ലേ. അപ്പോൾ അവൻ പറഞ്ഞു, നമുക്ക് പഴയ പണിക്ക് പോകാം. അങ്ങനെ പഴയ പണിക്ക് പോയി. അറിയാവുന്ന തൊഴിലെന്താ? കുലത്തൊഴിലെന്താ? മത്സ്യബന്ധനം. അങ്ങനെ ഈ വിഷമിച്ച്, ഒത്തിരിയേറെ സങ്കടപ്പെട്ട് ഒക്കെ വിഷമിച്ച് പോകുന്ന സ്ലീഹന്മാര് പഴയ പണിക്കൊക്കെ ചിതറിയോടി എന്ന് പറയുകയാണ്. അവര് ഭയന്ന് വിറച്ചു. സ്വന്തം മാളങ്ങളിൽ പാമ്പുകളെ പോലെ ഒളിച്ചിരുന്നു. അപ്പോഴാണ് ശക്തമായ പരിശുദ്ധ
അമ്മയുടെ വിമല ഹൃദയത്തിന്റെ മാധ്യസ്ഥം വഴിയായി അമ്മ 11 പേരുടെ അരികിലേക്ക് ചെന്ന് പറഞ്ഞു, മകനെ തോമായേ വാടാ, മകനെ തോമായേ വാടാ, യൂദായേ വാടാ, പത്രോസേ വാടാ, കേറി വാടാ മക്കളെ എന്ന് പറഞ്ഞ് പരിശുദ്ധമ്മ അവരെ ചേർത്ത് പിടിച്ചു. എന്നിട്ട് അപ്പസ്തോല പ്രവർത്തനങ്ങൾ 1:14, അപ്പസ്തോല പ്രവർത്തനങ്ങൾ 2:1 നമ്മൾ കാണുന്നു. അവരേക മനസ്സോടെ പരിശുദ്ധമ്മയുടെ മടിത്തട്ടിലിരുന്ന് അമ്മയോട് ചേർന്ന് അമ്മ എന്ത് ചെയ്തു? തള്ളക്കോഴി തന്റെ കുഞ്ഞുങ്ങളെ തന്റെ ചിറകിൻ കീഴിൽ ഒതുക്കുന്നത് പോലെ പരിശുദ്ധമ്മയുടെ നീലമേലങ്കിക്കുള്ളിൽ പൊന്നുപോലെ പൊതിഞ്ഞു പിടിച്ച് അമ്മ പ്രാർത്ഥിച്ചു, ഓ പരിശുദ്ധാത്മാവേ ഇറങ്ങി വരണമേ, ഇറങ്ങി വരണമേ. പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം ഇപ്പോൾ പേടിച്ചരണ്ട സ്ലീഹന്മാരിലേക്ക് ഇറങ്ങി വസിക്കണമേ എന്ന് പ്രാർത്ഥിച്ചപ്പോൾ കൊടുങ്കാറ്റടിക്കുന്ന ശബ്ദം കേട്ടു. അവിടെ കൊടുങ്കാറ്റിന്റെ വലിയ ശബ്ദം കേട്ടു. തീനാവിന്റെ രൂപത്തിൽ പരിശുദ്ധാത്മാവ് അഭിഷേകത്താൽ സ്ലീഹന്മാരുടെ മേൽ നിറഞ്ഞു വന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കത്തിക്കല്ലേ, ഈ ശുശ്രൂഷ കത്തിക്കണ്ടേ, പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്താൽ ജ്വലിക്കണ്ടേ. നമുക്ക് കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് പരിശുദ്ധ അമ്മയോട് ചേർന്ന് വലതു കരത്തിൽ ജപമാല ഉയർത്തിപ്പിടിച്ച് ചേർന്ന് പ്രാർത്ഥിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈ വചന കൂടാരത്തെ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്താൽ, വചനത്തിന്റെ വരത്താൽ നിറയ്ക്കണമേ, അഭിഷേകത്തിന്റെ തീയാൽ നിറയ്ക്കണമേ, അഭിഷേകത്തിന്റെ അഗ്നിയാൽ നിറയ്ക്കണമേ. ഇവിടെ വന്നുകൊണ്ടിരിക്കുന്ന സകല മക്കളുടെയും മേൽ ആത്മാവിന്റെ നിറവുണ്ടാകട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കം ഹോളി സ്പിരിറ്റ്, കം ഹോളി സ്പിരിറ്റ്. ആത്മാവിന്റെ ജ്വലനം ഉണ്ടാകട്ടെ, ആത്മാവിന്റെ ജ്വലനം ഉണ്ടാകട്ടെ. ഇവിടെയുള്ള മക്കളുടെ മേൽ തീനാവിന്റെ അരൂപി ഇറങ്ങി വരണമേ. കം ഡൗൺ ഹോളി സ്പിരിറ്റ്, ഹോളി സ്പിരിറ്റ്. യേശുവേ ആരാധന, 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 ആരാധന. യേശുവേ ആരാധന, ആരാധന, ആരാധന. ഈ മക്കളുടെ മേൽ ഇറങ്ങി വസിക്കണമേ, ഇറങ്ങി വസിക്കണമേ. യേശുവേ ആരാധന, 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 ആരാധന. യേശുവേ നന്ദി, യേശുവേ ആരാധന. പരിശുദ്ധാത്മാവേ നന്ദി. 2 കരങ്ങളും നെഞ്ചോട് ചേർത്ത് വെച്ച് അമ്മയെ വിളിച്ചപേക്ഷിക്കാം. നന്മ നിറഞ്ഞ മറിയുമേ നിനക്ക് സ്വസ്തി, അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു, അങ്ങയുടെ ദൃത്യം ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുള്ളമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ഈശോ മിശിഹായ്ക്ക് സ്തുതി ആയിരിക്കട്ടെ. ഇടതും വലതിരിക്കുന്നവർക്ക് ഒരു സ്തുതി കൊടുത്തേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതി ആയിരിക്കട്ടെ, ഈശോ മിശിഹായ്ക്ക് സ്തുതി ആയിരിക്കട്ടെ. ശാന്തമായിട്ടിരിക്കാം. പ്രിയമുള്ളവരെ, കുറച്ച് നാളുകളായി ഞാൻ നമ്മുടെ ബെന്യച്ചൻ പല പ്രാവശ്യം വിളിച്ചിട്ട് ഈ വഴിക്ക് വരാൻ സാധിച്ചിട്ടില്ല. അച്ഛൻ 1 മാസം വിദേശത്തായിരുന്നു. ഞാനും ഒരു മെയ് 7 മുതൽ മെയ് 31 വരെ പലയിടങ്ങളിൽ കറങ്ങി. അതിൽ ഒരു സ്ഥലത്ത് കറങ്ങിയതിൻ്റെ വെളിച്ചത്തിലാണ് ഞാൻ ഇവിടെ വന്ന് നിൽക്കുക. ഈ ശുശ്രൂഷ ഞാൻ പറഞ്ഞു സന്തോഷത്തോടെ ചെയ്യാം എന്ന് പറഞ്ഞതിൻ്റെ കാരണം, മാതാവ് പ്രത്യക്ഷപ്പെട്ട ഒരു സ്ഥലത്ത് ഞാനൊരു 3 ദിവസം ഉണ്ടായിരുന്നു. അതുകൊണ്ട് വലിയ സന്തോഷത്തോടെയാണ് ഞാൻ ഈ ശുശ്രൂഷയിൽ നിങ്ങളുടെ മുമ്പിൽ ആയിരിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഏതാ സ്ഥലം നിങ്ങൾക്കറിയോ? ഞാൻ വിസിറ്റ് ചെയ്ത സ്ഥലം, പരിശുദ്ധമ്മ നിരന്തരം അനുദിനം പ്രത്യക്ഷപ്പെടുന്ന മെഡ്ജുഗോറി എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ് പോകാൻ സാധിച്ചത്. അപ്പോൾ പ്രിയമുള്ളവരെ, നിങ്ങൾ ആരെങ്കിലും പരിശുദ്ധമ്മ പ്രത്യക്ഷപ്പെട്ട ഈ മെഡ്ജുഗോറി എന്ന് പറയുന്ന സ്ഥലത്തേക്ക് പോയിട്ടുണ്ടോ? ആരെങ്കിലും? പിന്നെ എനിക്ക് ധൈര്യമായിട്ട് പറയാം അല്ലേ, അല്ലെങ്കിൽ ധൈര്യക്കുറവൊന്നുമില്ല കേട്ടോ. അപ്പം അതുകൊണ്ട് പരിശുദ്ധമ്മ പ്രത്യക്ഷപ്പെട്ട പല സ്ഥലങ്ങളുണ്ട്. നമുക്ക് ഓരോന്നോരോന്നായിട്ട് നോക്കാം. പരിശുദ്ധമ്മ പ്രത്യക്ഷപ്പെട്ട പ്രധാനപ്പെട്ട സ്ഥലം ഏതാ? ഫാത്തിമയിലെ ലൂർദ് അല്ലേ? ഫ്രാൻസിലെ ലൂർദ് എന്ന് പറയുന്ന സ്ഥലത്ത് പരിശുദ്ധമ്മ പ്രത്യക്ഷപ്പെട്ടു. പിന്നെ പോർച്ചുഗലിലെ ഫാത്തിമ എന്ന് പറയുന്ന ആ കൊച്ചു ഗ്രാമത്തിൽ പരിശുദ്ധമ്മ പ്രത്യക്ഷപ്പെട്ടു. ഗൗദലേപ്പ് എന്ന് പറയുന്ന സ്ഥലത്ത് പരിശുദ്ധമ്മ പ്രത്യക്ഷപ്പെട്ടു. നമ്മുടെ ഭാരതത്തിൽ എവിടെയാണ് ഇന്റർനാഷണൽ പിൽഗ്രിം സെന്റർ?
വേളാങ്കണ്ണിയിൽ പരിശുദ്ധമ്മ പ്രത്യക്ഷപ്പെട്ടു. അപ്പോൾ ഇങ്ങനെ പലയിടങ്ങളിൽ പരിശുദ്ധമ്മ പ്രത്യക്ഷപ്പെട്ട് പല കാര്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനായിട്ട് അമ്മ പറഞ്ഞ സന്ദർഭങ്ങളുണ്ട്. എന്നാൽ ഈ പറയുന്ന മെഡ്ജുഗോറി എന്ന് പറയുന്ന സ്ഥലം, അത് ക്രൊവേഷ്യ, ബോസ്നിയ എന്ന് പറയുന്ന 2 ഷെങ്കൻ രാജ്യങ്ങളുടെ മധ്യത്തിലാണ് ഈ ചെറിയ മൊട്ടക്കുന്ന്. അവിടെയാണ് പരിശുദ്ധമ്മ പ്രത്യക്ഷപ്പെട്ടത്. മെഡ്ജുഗോറിയിലെ പരിശുദ്ധമ്മയുടെ പ്രധാനപ്പെട്ട ആവശ്യം ലോക സമാധാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക എന്നുള്ളതായിരുന്നു. അതുകൊണ്ട് അമ്മയെ നമ്മൾ ഇങ്ങനെയാണ് വിളിക്കുക, ക്വീൻ ഓഫ് പീസ്. എന്താണ് അതിൻ്റെ അർത്ഥം മലയാളത്തിലെ? സമാധാനത്തിൻ്റെ രാജ്ഞി. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് ചോദിച്ചത്, നിങ്ങൾക്ക് സമാധാനം ഉണ്ടോ എന്ന്. സമാധാനം ഉണ്ടോ? സമാധാനം ഉണ്ടെങ്കിൽ അച്ഛാ പിന്നെ ഞങ്ങളിവിടെ വരുമെന്നല്ലേ? ഓക്കെ, അപ്പോൾ ക്വീൻ ഓഫ് പീസ്, സമാധാനത്തിൻ്റെ രാജ്ഞിയാണ് പരിശുദ്ധമ്മ അവിടെ വെളിപ്പെടുത്തിയത്. അപ്പോൾ അങ്ങനെ ഈ രാജ്യത്ത് ഇങ്ങനെ ഒരു പിൽഗ്രിമേജ് ഉണ്ടെന്ന് അറിഞ്ഞപ്പോൾ ഞാൻ ചാടിക്കയറി പുറപ്പെട്ടു. എൻ്റെ പൗരോഹിത്യത്തിൻ്റെ 25ാം വർഷത്തോടനുബന്ധിച്ചാണ് എനിക്ക് ഇങ്ങനെ ഒരവസരം വന്നു ചേർന്നത്. ഇപ്പോൾ ഞാൻ മാതാവിനോട് പറഞ്ഞു, അമ്മേ, അഭയമേ, ആശ്രയമേ, ദീർഘനാളത്തെ ഒരു വലിയ ആഗ്രഹമാണ് മെഡ്ജുഗോറിയിൽ വരിക എന്നുള്ളത്. അപ്പോൾ അതിനൊരവസരം ഒരുക്കണമെന്ന് പറഞ്ഞപ്പോൾ പരിശുദ്ധമ്മ അതൊരുക്കി തന്നു. അങ്ങനെയാണ് ഞാൻ മെയ് 7-ാം തീയതി ഇവിടെ നിന്ന്, അന്ന് പാകിസ്ഥാനും ഇന്ത്യയും തമ്മിലുള്ള യുദ്ധത്തിൻ്റെ വലിയ ഒരു കൊടുമ്പിരി കൊണ്ടിരിക്കുന്ന സമയമാണ്. ഏതെങ്കിലും എയർപോർട്ടുകളൊക്കെ അവരെ ആക്രമിച്ചേക്കാം എന്നൊക്കെയുള്ളൊരു സ്ഥിതിവിശേഷം ഉള്ളതുകൊണ്ട് ഞാൻ കൊച്ചിയിൽ ചെന്നപ്പോൾ തന്നെ കണ്ട കാര്യം, എല്ലാവരുടെ കയ്യിലും പതിവിൽ വിട്ട് കുറേയധികം പോലീസുകാരെ അവരുടെ കയ്യിൽ റൈഫിൾസൊക്കെ ആയിട്ട് ഇങ്ങനെ പേടിപ്പെടുത്തുന്ന ഒരു രീതിയായിരുന്നു അവിടെ. അങ്ങനെ പാസ്പോർട്ട് ഇമിഗ്രേഷനൊക്കെ കഴിഞ്ഞ് ഞാൻ അവിടേക്ക് ചെന്നപ്പോൾ സ്ക്രീനിൽ ഇങ്ങനെ എഴുതി കാണിച്ചു. എന്താ എഴുതി കാണിച്ചെന്നറിയോ? എൻ്റെ ഹൃദയം പൊട്ടിപ്പോയി. അവിടെ എഴുതി കാണിച്ചിങ്ങനെയാണ്, ഡൽഹിയിൽ നിന്ന് 140 ഫ്ലൈറ്റുകൾ ക്യാൻസൽ ചെയ്തിരിക്കുന്നു. എനിക്കാണെങ്കിൽ പോകേണ്ടത് ഡൽഹിക്കാണ്. ഡൽഹിയിൽ നിന്നാണ് മ്യൂണിച്ച് വഴി, ജർമ്മനി വഴി മെഡ്ജുഗോറിയിലേക്ക് പോകേണ്ടത്. അത് കണ്ടപ്പോൾ എൻ്റെ മനസ്സ് വല്ലാണ്ട് സങ്കടപ്പെട്ടു പോയി. ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മേ, നീ എന്തെങ്കിലും ഒരു അത്ഭുതം പ്രവർത്തിക്കണം കേട്ടോ, എങ്ങനെയൊക്കെ പറഞ്ഞ് പരിശുദ്ധ അമ്മയോട് ഇങ്ങനെ പരിഭവം പറഞ്ഞൊക്കെ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് തുരുതുരാ ഫോൺ കോളുകൾ വന്നു. ഞാനൊരു വികാരിച്ചനാണ് കേട്ടോ, ബെന്നിച്ചൻ പറഞ്ഞ പോലെ ഞാൻ ഈ തൊട്ടടുത്ത് മുണ്ടൂരുള്ള ഒരു വികാരിച്ചനാണ്. അപ്പം എൻ്റെ ഇടവക്കാരനോട് പറഞ്ഞു, അച്ഛാ പോവല്ലേ, അച്ഛാ പോവല്ലേ, തിരിച്ചു പോന്നോ, ഫ്ലൈറ്റൊക്കെ ക്യാൻസൽ ചെയ്തു എന്നൊക്കെ പറഞ്ഞ് അവരിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. എൻ്റെ വീട്ടുകാർ, ഞാനൊരു ചെറിയ കുടുംബത്തിൽ അവസാനത്തെ സന്താനമാണ്. 12 മക്കളിൽ ഏറ്റവും ഇളയവനാണ് ഞാൻ. ഇവിടെ 12 മക്കളുള്ള വല്ലവരുണ്ടോ? അപ്പം ഞങ്ങൾ 12 മക്കളുണ്ട്. ഇപ്പോൾ ജീവിച്ചിരിക്കുന്നത് 9 പേരാണ്. 6 ആൺപിള്ളേരും 3 പെൺപിള്ളേരും. അപ്പം എൻ്റെ ചേട്ടന്മാർ പറഞ്ഞു, അവർ പേടിച്ചിട്ട് പറഞ്ഞു, അതെ ബാബുച്ച, തിരിച്ചു പോരെ, ഒന്നും നടക്കില്ല, അച്ഛൻ തിരിച്ചു പോന്നോ, ഈ സമയത്ത് ഒരിടത്തേക്കും പോകണ്ടെന്ന് പറഞ്ഞു. എങ്കിലും ഞാൻ അവിടെ ഇരുന്ന പരിശുദ്ധ അമ്മയോട് പറഞ്ഞു, അമ്മേ, അഭയമേ, ആശ്രയമേ, എന്നെ മെഡ്ജുഗോറിയിൽ എത്തിക്കണമേ എന്ന് പറഞ്ഞ് ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അപ്പം ഏത് ഫ്ലൈറ്റാണ് ഈ ക്യാൻസൽ ചെയ്തത്? പാകിസ്ഥാൻ ബോർഡർ വഴി ഇന്ത്യയിൽ നിന്ന് കടന്നു പോകുന്ന ഫ്ലൈറ്റുകളാണ് ക്യാൻസൽ ചെയ്ത എല്ലാ ഫ്ലൈറ്റുകളും. പക്ഷേ ഭാഗ്യവശാൽ ഞാൻ പാകിസ്ഥാൻ ബോർഡർ തൊടുന്നില്ല. ഇത് നേരെ ഡൽഹിയിൽ നിന്ന് മ്യൂണിച്ച്, ജർമ്മനി വഴിയാണ് അത് കടന്നങ്ങോട്ട് പോകുന്നത്. അപ്പം ഞാൻ കഷ്ടിച്ച് രക്ഷപ്പെട്ടു. പക്ഷെ എന്ത് സംഭവിച്ചു? ഇവിടെ നിന്ന് 1.5 മണിക്കൂർ ലേറ്റായിട്ടാണ് ഈ ഫ്ലൈറ്റ് എടുത്തത്. അതുകൊണ്ട് എന്ത് സംഭവിച്ചു? അവിടെ ചെന്നപ്പോൾ വീണ്ടും ലേറ്റായി. എനിക്ക് 10:30 മ്യൂണിച്ചിൽ നിന്ന് സ്പ്ലിറ്റ് എന്ന് പറയുന്ന ഈ മെഡ്ജുഗോറിയുടെ അടുത്ത് കിടക്കുന്ന ഒരു സ്ഥലമാണ് സ്പ്ലിറ്റ്. അവിടേക്ക് പോകേണ്ടിയിരുന്ന എൻ്റെ ഫ്ലൈറ്റ് ജർമ്മനിയിൽ ചെന്നപ്പോൾ അത് പോയി. എന്തൊരു കഷ്ടപ്പാടാന്ന് നോക്കിയാൽ. അവിടെ ചെന്നിറങ്ങിയപ്പോൾ എനിക്ക് പോകേണ്ട ഫ്ലൈറ്റ്, രാവിലെ 10:30 മണിക്ക് എത്തേണ്ട ഫ്ലൈറ്റ്, പോകേണ്ട ഫ്ലൈറ്റ് അത് പോയി. അവരെന്നോട് പറഞ്ഞു, അച്ഛാ, താങ്കളുടെ ഫ്ലൈറ്റ് മിസ്സായിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നമ്മൾ പറയോ? പറഞ്ഞു തന്നെ. അപ്പോൾ ഞാൻ ആകെ ഞെട്ടിപ്പോയി. അവർ ഒരൊറ്റ കാര്യം പോലും അവർ ഇംഗ്ലീഷിൽ ഭാഷയിൽ എഴുതി വെച്ചിട്ടില്ല. എല്ലാം ജർമ്മൻ ഭാഷയിൽ എഴുതി വെച്ചിരിക്കുക. ജർമ്മൻ വല്ലാത്ത വശമില്ലാത്തതുകൊണ്ട് ഞാൻ വല്ലാതെ കുറച്ച് ബുദ്ധിമുട്ടി. എങ്കിലും ഓരോരുത്തരുടെ സഹായം കൊണ്ട് അവർ പറഞ്ഞു, സാരമില്ല, നിന്നെ ഞങ്ങൾ ഉച്ചതിരിഞ്ഞ് 3:30 മണിക്ക് ഇവിടെ നിന്ന് കയറ്റിവിടാമെന്ന് പറഞ്ഞു. അങ്ങനെ 3:30 മണിക്ക് ഞാനിവിടെ നിന്ന് സ്പ്ലിറ്റ് എന്ന് പറയുന്ന സ്ഥലത്തെത്തി. അങ്ങനെ നമ്മുടെ ലഗേജ് സ്വീകരിക്കാനായിട്ട് അവിടെ ചെന്ന് നിന്നപ്പോൾ എല്ലാവരും ലഗേജ് എടുത്ത് പോയി. നമ്മുടെ ലഗേജ് ഇല്ല. എന്തൊരു പാടാ നോക്ക്.
അപ്പോൾ ഒരു ചെറിയ ബാഗ് ഒഴിച്ച് എൻ്റെ എല്ലാ ഡ്രസ്സുകളും അടങ്ങുന്ന മെയിൻ പെട്ടി അത് പോയി കിട്ടി. ആമേൻ. അപ്പോൾ ഞാനിങ്ങനെ വിഷമിച്ച് നിൽക്കണേണ്ടപ്പോൾ അയാൾ പറഞ്ഞു, ഒരു സുഹൃത്ത് പറഞ്ഞു, സാരമില്ല, നീ ഇനി അടുത്ത സ്ഥലത്തേക്കുള്ള നിൻ്റെ അഡ്രസ്സ് കൊടുത്തിട്ട് നീ നിൻ്റെ വഴിക്ക് പൊക്കോളാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ അതിൽ വിശ്വസിച്ച് ഒരു സഹോദരൻ്റെ കൂടെ 2.5 മണിക്കൂർ യാത്ര ചെയ്ത് ഈ പറയുന്ന മെഡ്ജുഗോറിയിലെത്തി. അപ്പോൾ 7-ാം തീയതി രാത്രി പോയി 8-ാം തീയതി അവിടെ ചെന്നു. അപ്പം ഇതിനിടയ്ക്കൊരു സംഭവം ഉണ്ടായി. അത് പരിശുദ്ധ അമ്മയായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ളൊരു സംഭവമാണ്. അതാണ് നിങ്ങളുടെ ശ്രദ്ധയിൽ ഞാൻ പെടുത്തുക. അപ്പോൾ മെഡ്ജുഗോറി എന്ന് പറയുന്ന സ്ഥലം ബോസ്നിയ, ക്രൊവേഷ്യ എന്ന് പറയുന്ന 2 ഷെങ്കൻ രാജ്യങ്ങളുടെ 2 പേരും ഷെയർ ചെയ്യുന്ന ഒരു ചെറിയ മലമ്പ്രദേശമാണ് ഈ മെഡ്ജുഗോറി. അവിടെയാണ് 1983 സെപ്റ്റംബർ മാസം 7 മുതൽ പരിശുദ്ധമ്മ സ്ഥിരമായിട്ട് പ്രത്യക്ഷപ്പെടുന്ന ഒരു സ്ഥലമാണ്. പരിശുദ്ധമ്മ സ്ഥിരമായിട്ട് പ്രത്യക്ഷപ്പെടുന്ന ഒരു സ്ഥലമാണ് മെഡ്ജുഗോറി. നമ്മുടെ വത്തിക്കാന്റെ രേഖകളിൽ നോക്കുകയാണെങ്കിൽ പരിശുദ്ധ ഫ്രാൻസിസ് മാർപ്പാപ്പ ഇതിനെക്കുറിച്ച് വളരെ വ്യക്തമായിട്ട് പാപ്പ ഇങ്ങനെ പറഞ്ഞു വെച്ചു. This is a place for Mother Mary's intervention. പരിശുദ്ധമ്മയുടെ, ദൈവമാതാവിൻ്റെ നിരന്തരമായ ഇടപെടലുകളുള്ള ഒരു സ്ഥലമാണ് മെഡ്ജുഗോറി എന്ന് പരിശുദ്ധ ഫ്രാൻസിസ് പാപ്പ അസന്നിഗ്ധമായിട്ട് പ്രഖ്യാപിച്ചു. 1996 വീണ്ടും റോം വത്തിക്കാൻ ഇങ്ങനെ പ്രഖ്യാപിച്ചു, ഇവിടെ ഈ സ്ഥലത്ത് ആത്മാവിൻ്റെ അഭിഷേകമുണ്ട്, പ്രാർത്ഥനയുടെ വരമുണ്ട്, പരിശുദ്ധമ്മയുടെ സാന്നിധ്യമുണ്ട് എന്ന് പ്രഖ്യാപിക്കുക. അപ്പം നമ്മൾ കാണുന്നത് എല്ലാ ദിവസവും മെഡ്ജുഗോറിയിൽ 10:30 മണിക്ക് ഇൻ്റർനാഷണൽ മാസ് ഉണ്ട്, പരിശുദ്ധ കുർബാനയുണ്ട്. 10:30 മണിക്ക് ഇൻ്റർനാഷണൽ കുർബാനയാണ്. ഏകദേശം 35ഓളം വൈദികര്, ഒരു 2 പിതാക്കന്മാരൊക്കെ ആയിട്ട് ആഘോഷമായിട്ടുള്ള ഇംഗ്ലീഷ് കുർബാനയാണ്. വൈകിട്ട് പരിശുദ്ധ കുർബാന ക്രൊവേഷ്യൻ ഭാഷയിലാണ്. ആ ലാംഗ്വേജ് നമുക്കറിയാത്തത് കൊണ്ട് നമ്മുടെ ആൾക്കാരൊക്കെ മിക്കവാറും ഇൻ്റർനാഷണൽ കുർബാനയ്ക്കാണ് പോകാറ്. അങ്ങനെ ഞാൻ അവിടെ ചെന്നു. സന്ധ്യയായി, രാത്രിയാണ്. അപ്പം ഞാൻ കുളിച്ച് അവിടേക്കൊക്കെ ചെല്ലാം എന്ന് കരുതുമ്പോഴും അപ്പോൾ സമയം ഏകദേശം 7-8 ആകുന്നു. അപ്പോൾ അതിന് തൊട്ട് മുമ്പുണ്ടായ ഒരു കാര്യത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരികയാണ് കേട്ടോ. അപ്പോൾ ഈ സമയത്ത് പരിശുദ്ധ അമ്മയുടെ ജപമാല നിങ്ങളുടെ വലത് കരത്തിൽ ഉണ്ടാകണമേ എന്ന് ഈശോയുടെ നാമത്തിൽ അപേക്ഷിക്കുകയാണ്. അത് നിങ്ങൾക്കും ഒരു അനുഗ്രഹമായിട്ട് തീരാനാണ്. അങ്ങനെ 6 മണിക്ക് ഏകദേശം ക്രൊവേഷ്യൻ രൂപതയുടെ അടുത്തുപുറത്തുള്ള പള്ളികളിൽ നിന്നുള്ള അച്ഛന്മാരെ, പിന്നെ വന്നിട്ടുള്ള ക്രൊവേഷ്യൻ ഭാഷ അറിയുന്നവരെ, മറ്റ് പിൽഗ്രിംസ് ഒക്കെ ചേർന്ന് അവർ വിശുദ്ധ ബലിയർപ്പണം നടത്തി. ഏകദേശം 10-40 വൈദികര് ഒക്കെ ആയിട്ട് അവരുടെ ഭാഷയിൽ ലത്തീൻ റീത്തിൽ പരിശുദ്ധ ബലിയർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന സമയം ബലിയർപ്പണം തുടങ്ങി. 15 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഇങ്ങനെ ഇവിടെ നിന്ന് ബലിയർപ്പിക്കുന്ന വൈദികരെ, അത് ഓപ്പൺ എയർ സ്ഥലമാണ്, 1200-ൽ പരം മനുഷ്യരെ പരിശുദ്ധ കുർബാനയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന സമയം. അങ്ങനെ ബലിയർപ്പിച്ച് പ്രാർത്ഥിച്ച് ഒരു 15 മിനിറ്റ് കഴിഞ്ഞപ്പോൾ സ്റ്റേജിൽ നിന്ന് ഒരു അച്ഛൻ വിളിച്ചു പറഞ്ഞു, ഷീ അപ്പിയർഡ് ഇൻ ദ സ്കൈ. പരിശുദ്ധമ്മ വാനമേഘങ്ങളിൽ വന്നു നിൽക്കുന്നു. ഹല്ലേലൂയ, ചേർന്ന് പറഞ്ഞേ, പരിശുദ്ധമ്മ വാനമേഘങ്ങളിൽ വന്നു നിൽക്കുന്നു. ഇത് പറഞ്ഞതും ജനം മുഴുവൻ തിരിഞ്ഞ് ആകാശപാളികളിലേക്ക് നോക്കിയപ്പോൾ ആദ്യം ഒരു ഓവൽ ഷേപ്പ് കണ്ടു. പിന്നെ വെളുത്ത മാതാവ്, വൈറ്റ് മഡോണ എന്നാണ് അവർ പറയുക. വെള്ള വെയിലിട്ട് സുന്ദരിയായ പരിശുദ്ധമ്മയുടെ സ്ത്രീരൂപം 60 സെക്കൻഡ് കത്തിജ്വലിച്ച് നിൽക്കുന്ന രീതിയിൽ മേഘപാളികളിൽ വന്നു നിന്നു. മക്കളെ, ഒരാൾക്കല്ല, 1200-ലധികം പേര് കാണുക. പരിശുദ്ധമ്മ മേഘപാളിയിൽ വന്നു നിന്നുകൊണ്ട് പറഞ്ഞു, നിങ്ങളുടെ അമ്മയാണ് ഞാൻ, നിങ്ങളുടെ അമ്മയാണ് ഞാൻ. ലോക സമാധാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക, ലോക സമാധാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക. പ്രാർത്ഥന, പരിഹാരം, പ്രാശ്ചിത്തം ചെയ്ത് പ്രാർത്ഥിക്കുക. ഹല്ലേലൂയ. ഒരു ആവേ മരിയ കൈയടിച്ച് പറഞ്ഞേ, ആവേ മരിയ, ആവേ മരിയ. സന്തോഷാണോ? ഉത്തരമില്ല. സമാധാനം ഉണ്ടാ? സംതൃപ്തി ഉണ്ടാ? ഒന്നുമില്ല കേട്ടോ.
ദൈവമേ, പരിശുദ്ധമ്മേ, ഈ മക്കളെ അമ്മയുടെ നീല മേലങ്കിക്കുള്ളിൽ പൊന്നുപോലെ പൊതിയണമെന്ന് പ്രാർത്ഥിക്കാം. ഓക്കെ, ഞാൻ തുള്ളി വെള്ളം കുടിക്കട്ടെ കേട്ടോ. ഒരു ചോദ്യം ഉണ്ട് കേട്ടോ, ശ്രദ്ധിച്ചിരിക്കണേ. ഇപ്പോൾ ഉറങ്ങിക്കൊണ്ടിരിക്കുന്ന, ഇപ്പോൾ ആലസ്യത്തിലായിരിക്കുന്ന, ഇപ്പോൾ ക്ഷീണത്തിലായിരിക്കുന്ന സർവ്വ മക്കളും ചേർന്ന് ഒരു ഹല്ലേലൂയ പറഞ്ഞേ. ഇപ്പൊ ഞാനിപ്പോ എന്താ പറഞ്ഞേ? എന്ത് ശ്രദ്ധയുണ്ടെന്ന് ഇതിനൊക്കെ പറയണത്? ഇപ്പോൾ ഉറങ്ങിക്കൊണ്ടിരിക്കുന്ന, ഇപ്പോൾ ആലസ്യത്തിലായിരിക്കുന്ന, ഇപ്പോൾ ഒരു കാര്യം പറഞ്ഞു അല്ലേ? അങ്ങനെ ആലസ്യത്തിലൊക്കെ ഒതുങ്ങിയിരിക്കുന്നവർ ചേർന്ന് ഹല്ലേലൂയ പറയാൻ പറഞ്ഞപ്പോൾ നിങ്ങൾ ഭൂരിഭാഗം പേരും ഹല്ലേലൂയ പറഞ്ഞു. അപ്പോൾ എന്താ ഇതിൻ്റെയൊക്കെ അർത്ഥം? നിങ്ങൾ എന്താണ് ശ്രദ്ധിച്ചിരിക്കുന്നത്? ഓക്കെ, ഒരു ചോദ്യം കൂടി ചോദിക്കാം. പിശാച് നിങ്ങളുടെ ശത്രുവാണെങ്കിൽ വലതുകരം നിങ്ങളുടെ ശിരസിൽ വെക്കട്ടെ. കേൾക്കണ്ട, പൂര ആലോചിക്കുക. ഈ ചങ്ങാതി എൻ്റെ ശത്രുവാണെന്ന് ആലോചിക്കുക. പിശാച് നിങ്ങളുടെ ശത്രുവാണെങ്കിൽ നിങ്ങളുടെ വലതുകരം ശിരസിൽ വെക്കട്ടെ. ദൈവത്തിന് സ്തുതി. ഒരു ചേച്ചി ഇപ്പോഴും പറയാ, ചിലപ്പോഴൊക്കെ മിത്രമാണ് ടച്ചാന്ന്. അപ്പൊ പ്രിയമുള്ളവരെ, പരിശുദ്ധമ്മ ഈ കാലഘട്ടത്തിൽ അമ്മ പ്രത്യക്ഷപ്പെട്ട് നമ്മെ അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥലത്ത് ചെല്ലാൻ പറ്റിയതിൻ്റെ വലിയ സന്തോഷത്തിലാണ് ഞാനിപ്പോൾ നിങ്ങളോട് ഈ വചനങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുക. അങ്ങനെ അവിടെ ഈ സ്ഥലത്തെക്കുറിച്ച് ഒന്ന് രണ്ട് കാര്യങ്ങൾ നിങ്ങളോട് കൂടുതൽ പ്രാർത്ഥിക്കാൻ അനുഭവം കിട്ടാൻ അച്ഛൻ പറയാം. അവിടെ 1981 6 ചെറിയ കുട്ടികൾക്കാണ്, 6 പേർക്കാണ് മാതാവ് ആദ്യം പ്രത്യക്ഷപ്പെട്ടത്. ഇതിൽ ഈ 6 പേരും മെഡ്ജുഗോറി എന്ന് പറയുന്ന ആ വില്ലേജിൻ്റെ, ആ കൊച്ചു ഗ്രാമത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നുള്ളവരാണ്. അവരാരും പരസ്പരം സുഹൃത്തുക്കളല്ല. പക്ഷേ ഇവർ6 പേരെയും പരിശുദ്ധമ്മ അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ പരിശുദ്ധാത്മാവിൻ്റെ ഒരു വിത്തെറിഞ്ഞ്, പരിശുദ്ധാത്മാവിൻ്റെ ഒരു വചനം കൊടുത്തുകൊണ്ട് അവരോട് പറഞ്ഞു, നിങ്ങൾ ഈ അടുത്ത് കാണുന്ന മലമുകളിലേക്ക് വരിക. ഹല്ലേലൂയ. അവരങ്ങനെ ഒരു മല ചവിട്ടിക്കയറി ഈ 6 പേരും അവിടെ എത്തി. മല എന്ന് പറയുമ്പോൾ നമ്മുടെ ഈ പറയുന്ന മലയാറ്റൂർ മലയുടെ 1ാം സ്ഥലം. മലയാറ്റൂർ മലയിൽ പോയിട്ടുള്ളവരെ ഒന്ന് വലതുകര ഉയർത്തിയാൻ നോക്കട്ടെ, ആരെങ്കിലും പോകാത്തവരുണ്ടോന്ന്? ദൈവത്തിന് സ്തുതി, എല്ലാവരും പോയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നോമ്പുകാലത്തൊക്കെ പോകുന്ന, സന്തോഷത്തോടെ പോകുന്ന ഒരു രസകരമായിട്ടുള്ള സ്ഥലമാണല്ലേ ഈ മലയാറ്റൂര്. ഈ പ്രാവശ്യം മലയാറ്റൂർ പോയപ്പോൾ എന്നെ വല്ലാണ്ട് ചിരിപ്പിച്ച ഒരു സംഭവം ഉണ്ടായിട്ടോ. അപ്പം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക, പൊന്നുങ്കരിശുമല മത്തുപ്പോ പൊന്മല കയറ്റം എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. ഓശാന ഞായറാഴ്ച പോകുന്നത്. നമ്മൾ ഒരു പറ്റം രണ്ട് വണ്ടിയൊക്കെ ആയിട്ട് ഇടവയിൽ നിന്നൊക്കെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ അത്യാവശ്യം ചാറ്റൽ മഴയൊക്കെ ഉണ്ട്. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു 3 വയസ്സുള്ളൊരു ചെറുക്കൻ, എമ്പുരാനെ പൊന്മല കയറ്റം. ആരാ വിളിച്ചേ? ഈ ചെറുക്കൻ. അപ്പൊ അവന്റെ അപ്പനും അമ്മയും പറഞ്ഞു കൊടുക്കണ്ടേടാ, എമ്പുരാനല്ലടാ തമ്പുരാനടാ. അപ്പൊ ഈ ചെറുക്കൻ വീണ്ടും എമ്പുരാനെ പൊന്മല കയറ്റം. ഈ രീതിയിലാണ് നമ്മുടെ പൊന്മല കയറ്റം. അപ്പോൾ നമ്മൾ പോകുന്നത് 1ാം സ്ഥലം, അത്രയ്ക്കുള്ളൂ ഇതിൻ്റെ ഈ ഒരു ദൂരപരിധി. എന്നാൽ മലയാറ്റൂർ കാണുന്നത് പോലെയുള്ള വലിയ പാറക്കെട്ടുകളൊന്നും അവിടെ ഇല്ല. കൂർത്തുമൂർത്ത കല്ലുകളാണ്. ശ്രദ്ധിച്ച് നടന്നില്ലെങ്കിൽ നമ്മുടെ കാലിൻ്റെ ആ ആംഗിൾ, നമ്മുടെ കാലിൻ്റെ ഉപ്പിറ്റി ചിലപ്പോൾ ഒന്ന് വഴിതെറ്റാനും അത് ഡിസ്ലൊക്കേഷനൊക്കെ ഉണ്ടാകാനും ഉളുക്കൊക്കെ ഉണ്ടാകാനായിട്ട് സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മളവിടെ ചെല്ലുമ്പോൾ തന്നെ അവിടുത്തെ സംഘാടകര്, പ്രേക്ഷിതര് നമുക്ക് തരുന്നത് കൊന്തയല്ല, പക്ഷെ ഒരു വടിയാണ്. വടി കേട്ടോ, നമ്മൾ ഈ പാമ്പിനൊക്കെ തല്ലാൻ ഉപയോഗിക്കുന്ന, എന്താ പറയുക, ഈ ചൂരൽ വടിയൊക്കെ പോലെ, കൊന്തവടി പോലെ ഒരു വടി. ഈ വടി തരുമ്പോൾ നമുക്കൊരു കുറച്ചിൽ തോന്നും, ഈശോ 10-50 വയസ്സ് അല്ലെങ്കിൽ 10-35 വയസ്സുള്ള എനിക്കാണ് ഒരു വടി തരുന്നത്. അപ്പോൾ അവർ അപ്പം തന്നെ തിരുത്തി തരും, ഈ വടി നിനക്ക് തന്നത് നിനക്ക് പ്രായമായത് കൊണ്ടല്ല, നീ തെന്നി വീണ് നിന്റെ കാലിൻ്റെ ലിഗമെന്റ് അത് പൊട്ടിക്കീറാതിരിക്കാനാണ് ഈ വടി. അതുകൊണ്ട് ഈ അംശവടി പിടിക്കുക. അപ്പം നമ്മൾ ആ വടിയൊക്കെ കുത്തിപ്പിടിച്ചാണ് ഈ പോക്ക്. അങ്ങനെ അന്ന് വടിയൊന്നുമില്ല. ഈ 6 പേരോടും പറഞ്ഞു മലമുകളിലേക്ക് വരിക. അങ്ങനെ ഈ 6 പേരും, 2 പേര് പുരുഷന്മാരും ബാക്കിയുള്ളവരൊക്കെ സ്ത്രീകളൊക്കെ ആയിട്ട് 6 പേര് അവിടെ ചെന്നു. ഈ 6 കുഞ്ഞുങ്ങൾ അവിടെ ചെന്ന് എന്നിട്ട് അവരിങ്ങനെ നോക്കി നിൽക്കേ. അന്ന് അവർക്ക് ഒന്നും അറിയില്ല. അവർ നോക്കി നിൽക്കെ ഒരു 6 അടി
വലിപ്പത്തിൽ ഒരു സ്ത്രീ രൂപം, ഒരു വെളുത്ത സ്ത്രീ രൂപം അങ്ങനെ വെള്ള വെയിലിട്ട് ആകാശത്തിൽ വന്നു നിന്നു എന്നാണ് അവർ സാക്ഷ്യപ്പെടുത്തുക. അതാണ് ആദ്യത്തെ അപ്പിരേഷൻ. അങ്ങനെ വന്നു നിന്ന് കഴിഞ്ഞിട്ട് കുറേ നേരം അമ്മ ഇവരെ നോക്കി, ഇവര് അമ്മയെ നോക്കി, അമ്മ ഇവരെ നോക്കി, അങ്ങനെ ഇങ്ങനെ അന്തം വിട്ട് ഇങ്ങനെ നോക്കി നിൽക്കുക. അപ്പൊ അങ്ങനെ അമ്മ പറഞ്ഞു, വേറൊന്നും പറഞ്ഞില്ല, നാളെ ഇതേ സമയത്ത് വീണ്ടും വന്നോ, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ അങ്ങനെ ഇവര് തിരിച്ചുപോയി. പിറ്റേ ദിവസം ഈ 6 പേരിൽ ഒരുത്തൻ ഒരിക്കലും വന്നില്ല. അവനെക്കുറിച്ച് പിന്നെ ഒന്നും പറയുന്നില്ല. പിന്നെ 5 പേര് വീണ്ടും ചെന്നു. 5 പേര് ചെന്നപ്പോൾ വീണ്ടും അമ്മ പൂനിലാവോലെ പുഞ്ചിരിച്ച് അങ്ങനെ ഈ മക്കളെ നോക്കി നിന്നു. കുറേ നേരം നോക്കി നിന്നിട്ട് അവരോട് പറഞ്ഞു, നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. കുറേ നേരം മൗനമായിട്ട് പ്രാർത്ഥിച്ച് ഇവരോട് പറഞ്ഞു, നാളെ ഇതേ സമയത്ത് വീണ്ടും വരിക. അങ്ങനെ 3-ാം ദിവസം കഴിഞ്ഞപ്പോൾ ഈ കുട്ടികൾ ചെന്ന് വീടുകളിൽ പറഞ്ഞു, ഞങ്ങളിങ്ങനെ ഒരു സ്ത്രീ രൂപത്തെ മലമുകളിൽ വെച്ച് കണ്ടു. അമ്മ ഞങ്ങളോട് ഒരു സ്ത്രീ രൂപം ഞങ്ങളോട് കുറേ നേരം ഇങ്ങനെ നോക്കി നിന്നു എന്നൊക്കെ പറയാണ്. അപ്പോൾ സാവധാനത്തിൽ ഇവരെ കുറെ വഴക്ക് പറഞ്ഞു, അവരെ വീട്ടിൽ അടങ്ങിയിരിക്കാനൊക്കെ പറഞ്ഞു. പക്ഷേ ഈ പിള്ളേർ വീണ്ടും പോയി. അന്ന് പോകുമ്പോൾ പലരുടെയും മാതാപിതാക്കളും സഹോദരങ്ങളും കുടുംബത്തിൻ്റെ അടുത്ത സുഹൃത്തുക്കളും ഒക്കെയുണ്ട്. അവരവിടെ ചെന്ന് സാവധാനത്തിൽ ആരും പറയാതെ തന്നെ ഈ പ്രാവശ്യം ഈ 5 പേരും കൂടെ നിന്നവരും അവരെ കൊന്ത കയ്യിലെടുത്ത് അവർ ചൊല്ലി പ്രാർത്ഥിച്ചു. ഓ നന്മ നിറഞ്ഞ മറിയമേ, നിനക്ക് സ്വസ്തി എന്നും പറഞ്ഞിങ്ങനെ പ്രാർത്ഥിച്ചു കൊണ്ട് നിൽക്കുമ്പോൾ ഈ പരിശുദ്ധ മാതാവ് മേഘപാളികളിൽ വീണ്ടും പ്രത്യക്ഷപ്പെട്ട് അവരോട് പറഞ്ഞു, ഞാൻ ലോക സമാധാനത്തിന്റെ മാതാവാണ്. I am the queen of peace. I am the queen of peace. നിങ്ങളെ അനുഗ്രഹിക്കുവാൻ, നിങ്ങളെ സാക്ഷ്യപ്പെടുത്തുവാൻ ഈ വില്ലേജ് മെഡ്ജുഗോറി എന്ന് പറയുന്ന ഈ വില്ലേജിൽ അനേകായിരങ്ങൾ മാനസാന്തരത്തോടെ വന്ന് പ്രാർത്ഥിക്കാൻ, എൻ്റെ അരുമ മകനെ വിശുദ്ധ ബലിയർപ്പിച്ച് അവനെ ആരാധിക്കാൻ, വിശുദ്ധ കുംഭസാരത്തിലൂടെ അവനെ ചേർത്ത് പിടിക്കാൻ, അനേകം മനുഷ്യരെ മാനസാന്തരത്തിലേക്ക് നയിക്കാൻ ഞാൻ ഈ മലയിൽ നിങ്ങൾക്ക് വേണ്ടി എന്നും പ്രത്യക്ഷപ്പെടും. ആവേ മരിയ, ചേർന്ന് പറഞ്ഞ വലത് കൈ ഉയർത്തി, ആവേ മരിയ, ആവേ മരിയ. അങ്ങനെ ആൾക്കാർ കൂടി. കുറേയധികം മനുഷ്യർ സന്ധ്യാസമയത്ത് കയ്യിൽ ജപമാലയൊക്കെ ചൊല്ലി അങ്ങനെ സാവധാനത്തിൽ 50ആയി 100ആയി 150ആയി ഇങ്ങനെ പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോഴാണ് സോവിയറ്റ് റഷ്യ കമ്മ്യൂണിസ്റ്റ് ഭരണത്തിൻ്റെ സിരാകേന്ദ്രമായ ആ കാവൽ ഭടന്മാരൊക്കെ അവിടെ കറങ്ങി നടക്കുന്നുണ്ട്. അവരിത് കണ്ട് മനസ്സിലാക്കിയപ്പോൾ എന്ത് സംഭവിച്ചു? അവർ പറഞ്ഞു, ഇനി മേലാൽ ഈ കള്ള പരീക്ഷകളെ ഈ മലയിലേക്ക് വിളിക്കരുത്, ഇത് കുളമാക്കും എന്നൊക്കെ പറഞ്ഞ് ഈ കുട്ടികളെ, പ്രിയമുള്ളവരെ, വീട്ടു തടങ്കിൽ ഇവരെ പാർപ്പിച്ചു. സ്വന്തം വീടുകളിൽ ഒരു മുറിയിൽ വിറ്റുകളെ പൂട്ടിയിട്ടു. അങ്ങനെയൊക്കെ ആയിട്ട് ഇങ്ങനെ പോവുകയാണ്. കുറച്ച് നാൾ കഴിഞ്ഞ് സോവിയറ്റ് റഷ്യ ആ ഭരണകൂടം അത് തകരുന്നു. അതിനകത്ത് വലിയ ഫ്രീഡം ലഭിക്കുന്നു, പരിശുദ്ധ അമ്മയുടെ ഇടപെടലുണ്ടാകുന്നു. അങ്ങനെ അവർക്ക് വിമോചനം ലഭിച്ചപ്പോൾ എന്ത് സംഭവിച്ചു? ഈ കുട്ടികൾ വീണ്ടും വലിയ ആഘോഷത്തോടെ, വലിയ സന്നാഹത്തോടെ അവിടെ പോയി പ്രാർത്ഥിക്കാനും കൊന്ത ചെല്ലാനും പരിശുദ്ധ അമ്മയെ വിളിച്ചപേക്ഷിക്കാനും തുടങ്ങി. അങ്ങനെ ആയിരങ്ങൾ, 10,000-ങ്ങൾ, ലക്ഷക്കണക്കിന് മനുഷ്യര് യൂറോപ്പിൽ നിന്ന് വിശ്വാസം ക്ഷയിച്ചു പോയെങ്കിലും മെഡ്ജുഗോറി എന്ന് പറയുന്ന പരിശുദ്ധമ്മ നിരന്തരം പ്രത്യക്ഷപ്പെടുന്ന ഈ സ്ഥലത്ത് അവരെ വന്ന് തമ്പടിക്കാനായിട്ട് തുടങ്ങി. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. അപ്പോൾ അങ്ങനെയുള്ളൊരു സ്ഥലമായിട്ട് പരിശുദ്ധമ്മയുടെ ഈ ആരാധന കേന്ദ്രം, ഈശോയുടെ വാസസ്ഥലമായിട്ട് പരിശുദ്ധമ്മയുടെ ഇഷ്ടദാസിയായ പരിശുദ്ധമ്മയുടെ വിമല ഹൃദയത്തിൻ്റെ വലിയ സംരക്ഷണവും വലിയ അനുഭവമുള്ള ഇടമായിട്ട് ഇതിനെ മാറ്റി എന്നുള്ളതാണ് കർത്താവ് ചെയ്ത വലിയ വലിയ കൃപ. അപ്പോൾ അങ്ങനെ പ്രിയമുള്ളവരെ, അങ്ങനെ 6 കുട്ടികൾക്കും ഉണ്ടായ ഒരു അനുഭവമാണ് അച്ഛൻ അടുത്തത് നിങ്ങളോട് പറയുക. ശ്രദ്ധിക്കണേ. ക്ഷീണമുണ്ടോ? ആലസ്യമുണ്ടോ? ഇല്ലല്ലോ. പ്രൈസ് ദി ലോർഡ്. ഓക്കെ. അപ്പം അങ്ങനെയാണെങ്കിൽ അടുത്തിരിക്കുന്ന അവനെ കൈപിടിച്ചിട്ട് ഒരു ഹല്ലേലൂയ എന്ന് പറഞ്ഞേ നോക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇനി ഒരു കാര്യം നമുക്ക് ഒരു കാര്യം കൂടെ കൊടുക്കാം. സമാധാനം നിന്നോട് കൂടെ. ഒരു ഷെയ്ക്കൻ്റെ കൊടുത്ത സമാധാനം.
എന്നിട്ട് ഇങ്ങോട്ട് തിരിഞ്ഞാൻ, എന്നിട്ട് സന്തോഷത്തോടെ കുശുമ്പില്ലാതെ പൗശന്യമില്ലാതെ അച്ഛനെ നോക്കി ചിരിച്ച് ഈശോയെ നോക്കി ചിരിച്ച് ഒരു 2 കരമുയർത്തി പെട്ടെന്ന് തന്നെ ഒരു ആലേ പറഞ്ഞാൽ ഹാലേ ആലേ ആലേലൂയ. അങ്ങനെ ഒരു ദിവസം ഈ 5 പേരും അവരുടെ ഇടവക പള്ളിയിലാണ് കുർബാന. അതിനുശേഷമാണ് അവര് ഈ മലയിലേക്ക് കയറുക. അപ്പോൾ അങ്ങനെ അവര് അവിടെ മലയിൽ ഈ സെൻറ്റ് ജെയിംസ് എന്ന് പറയുന്ന ആ പള്ളിയിൽ അവർ പരിശുദ്ധ അമ്മയുടെ ആ വെള്ള വെയിലിട്ട ഈ സമാധാനത്തിൻ്റെ രാജ്ഞിയായ പരിശുദ്ധ അമ്മയുടെ മുൻപിൽ അങ്ങനെ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുക. ഏകദേശം ഒരു 600 പേര് മനുഷ്യരെ ഇങ്ങനെ പ്രാർത്ഥിച്ചു കൊണ്ട് നിൽക്കുമ്പോൾ ഈവനിങ് ആണ്, സന്ധ്യാസമയം 6 മണി സമയത്ത് അവരെല്ലാവരും ജപമാല ചൊല്ലി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ പരിശുദ്ധമ്മ മദ്ബഹയിൽ പ്രത്യക്ഷപ്പെട്ടു. പരിശുദ്ധമ്മ മദ്ബഹയിൽ പ്രത്യക്ഷപ്പെട്ടു. ക്രൂശിതനായ ഈശോയുടെ വേദനകൾ നിങ്ങൾ കാണുന്നത് പോലെ ഈ സ്ഥലത്ത് പരിശുദ്ധമ്മ അങ്ങനെ പ്രത്യക്ഷപ്പെട്ട് അങ്ങനെ നിൽക്കുകയാണ്. ഈ 5 പേരും ഇവിടെ നിന്ന് കരമുയർത്തി അവരെ കരങ്ങൾ വിരിച്ചു പിടിച്ച് ജപമാല ചൊല്ലി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ പരിശുദ്ധമ്മ സമാധാനത്തിന്റെ രാജ്ഞി ആ ദേവാലയത്തിന്റെ മദ്ബഹയിൽ വന്നു നിന്ന് പുഞ്ചിരി തൂക്കിക്കൊണ്ട് അങ്ങനെ നിൽക്കുക. അപ്പോ ഈ 5 പേരും പരിശുദ്ധമ്മയെ നേരിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നു. അവിടെ ബാക്കിയിരിക്കുന്നവര് ആ സ്ത്രീ രൂപത്തിന്റെ പരിശുദ്ധമ്മയുടെ നിഴല് മാത്രമാണ് അവർക്ക് കാണാനായിട്ട് സാധിക്കുക. അങ്ങനെ മുട്ടുമേൽ നിന്ന് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന ഈ 5 പേരും പറഞ്ഞു, അമ്മേ, ഇതൊരു സ്വപ്ന ദർശനമാണ് കേട്ടോ. അവർക്കുണ്ട ഒരു സ്വപ്ന ദർശനമാണ് അച്ഛനിപ്പോൾ വിവരിക്കുക. അപ്പോൾ അമ്മേ, അഭയമേ, ഞങ്ങൾ നിന്റെ അരികിൽ വന്ന് നിന്റെ ആ വെള്ള വസ്ത്രാഞ്ചലത്തിൽ ഞങ്ങളൊന്ന് തൊട്ടോട്ടെ എന്ന് അമ്മയോട് ചോദിക്കുക. അമ്മ പറഞ്ഞു, വരിക 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 വരിക, ഓടി വരിക, എൻ്റെ വസ്ത്രാഞ്ചലത്തിൽ തൊടുക. എൻ്റെ വിമല ഹൃദയത്തിന് ഏറ്റവും പ്രിയപ്പെട്ട മക്കളായി നിങ്ങൾ ഓടി വരിക, ഓടി വരിക എന്ന് പറഞ്ഞ് അവരെ സ്നേഹത്തോടെ മാടി വിളിക്കുകയാണ് പരിശുദ്ധമ്മ. അവരോടിച്ചെന്ന് പരിശുദ്ധമ്മയുടെ നീല വസ്ത്രാഞ്ചലത്തിൽ തൊട്ട് ചുംബിച്ച് അവർ സന്തോഷത്തോടെ വന്ന് വീണ്ടും കൊന്ത ചൊല്ലി പ്രാർത്ഥിക്കുക. ജനം മുഴുവൻ ഈ പറയുന്ന നിഴല് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുക. 600 പേരും മനുഷ്യരെ അവർ നിഴല് മാത്രമാണ് കാണുക. അപ്പോൾ ഈ കുട്ടികൾ വീണ്ടും ചോദിച്ചു, അമ്മേ, അഭയമേ, ആശ്രയമേ, ഈ ഹാളിൽ ഇപ്പോൾ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന അമ്മയോടൊപ്പം ഞങ്ങളോടൊപ്പം പ്രാർത്ഥിക്കുന്ന ഈ മനുഷ്യരെ അമ്മയുടെ നീല വസ്ത്രാഞ്ചലത്തിൽ, അമ്മയുടെ വെള്ള വസ്ത്രാഞ്ചലത്തിൽ തൊട്ടുകൊള്ളട്ടെ എന്ന് ചോദിക്കുക. അത് ചോദിച്ചതും അമ്മയുടെ മുഖത്തെ പുഞ്ചിരി മാഞ്ഞു. അമ്മ നിറകണ്ണുകളോടെ കണ്ണീർ വാർത്ത്, രക്തക്കണ്ണീർ വാർത്ത് അമ്മ വിതുമ്പാൻ തുടങ്ങി. കുറേ നേരം വിതുമ്പിക്കൊണ്ടിരുന്നു. എന്നിട്ട് സമാധാനത്തിന്റെ രാജ്ഞിയായ മെഡ്ജ്ഗോരിയിൽ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധമ്മ പറഞ്ഞു, വരട്ടെ വരട്ടെ, എൻ്റെ മക്കൾ വരട്ടെ, അവർ വന്ന് എൻ്റെ വസ്ത്രത്തിൽ തൊടട്ടെ എന്ന് പറഞ്ഞ് അവരെ വിളിക്കുക. കരഞ്ഞുകൊണ്ട് കേട്ടോ, സന്തോഷത്തോടെയല്ല, സന്തോഷമുണ്ട്, പക്ഷെ കരഞ്ഞുകൊണ്ടാണ് വിളിക്കുന്നത്. അങ്ങനെ എല്ലാ മനുഷ്യരും ഓടിപ്പോയി അവർ മുഴുവൻ തൊട്ട് അങ്ങനെ ഒരു 600 പേരും തൊട്ട് ആ വസ്ത്രം ഏതാണ്ട് നമ്മൾ ഈ പാടത്ത് ചെളിയിൽ വീണങ്ങിരിക്കും അതുപോലെ അമ്മയുടെ നീല വസ്ത്രാഞ്ചലം മുഴുവൻ ചെളി പുരണ്ട് അങ്ങനെ കുളിച്ച് നിൽക്കുക. ഞാൻ ഈ സ്വപ്ന ദർശനം ഇവിടെ നിർത്തുന്നു. ഇന്ന് അനേക ലക്ഷക്കണക്കിന് മനുഷ്യര് ഈ ഗാഗുൽത്ത ആശ്രമത്തിൽ വന്ന്, പ്രിയമുള്ള മക്കളെ, കുമ്പസാരിക്കാൻ ഒരുങ്ങിയിരിക്കുന്നവർ ചെല്ലുക. വൈദികർ തയ്യാറായിട്ടിരിക്കുന്നു കേട്ടോ. ഈ ശുശ്രൂഷയിൽ വിശുദ്ധ ബലി അർപ്പിക്കുന്നതിന് മുൻപ് സകല മനുഷ്യരും കുമ്പസാരിച്ചിരിക്കണം. അടുത്ത സന്ദേശം കുമ്പസാരത്തെക്കുറിച്ചായിരിക്കും പരിശുദ്ധമ്മ നൽകുക. അപ്പോൾ കുമ്പസാരിക്കാൻ താല്പര്യമുള്ളവർ ഇപ്പോൾ തന്നെ പോകണം എന്ന് വൈദികര് ഒരു 3-4 പേര് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ കുമ്പസാരിച്ചെങ്കിൽ മാത്രമേ ഇന്നത്തെ ബലി പൂർണ്ണമാകുകയുള്ളൂ. അപ്പം അതുകൊണ്ട് പാപമില്ലാത്ത സാഹചര്യത്തിൽ പോയി കുമ്പസാരിക്കാൻ. ഞാൻ ഓടി വന്നിട്ട് ആദ്യം അച്ഛനോട് പറഞ്ഞു, അച്ഛൻ എനിക്കൊന്ന് കുമ്പസാരിച്ച് ഒരുങ്ങണം എന്ന് പറഞ്ഞ് ഒരു അച്ഛൻ്റെ അടുത്ത് മുട്ടുകുത്തി കുമ്പസാരിച്ചിട്ടാണ് ഞാനിങ്ങോട്ട് വന്നത്. അപ്പോൾ അതുകൊണ്ട് മടിക്കാനില്ല, മനസ്സ് കടുപ്പിക്കരുത്. ഇപ്പോൾ തന്നെ മാനസാന്തരത്തിൻ്റെ വേലിയേറ്റങ്ങൾ സംഭവിക്കട്ടെ. കുമ്പസാരിച്ചൊരുങ്ങാത്ത വലിയ പാപത്തിലായിരിക്കുന്ന മക്കളൊക്കെ പോയി കുമ്പസാരിക്കണം. കുമ്പസാരിച്ചില്ലെങ്കിൽ എന്ത് സംഭവിക്കുന്നറിയോ? അമ്മയുടെ യാതൊരു സാന്നിധ്യമോ മുല്ലപ്പൂ ഗന്ധമോ ഈ പ്രദേശത്തുണ്ടാവില്ല. അതുകൊണ്ട് പോയി കുമ്പസാരിച്ചോട്ടാ, മടി കാണിക്കണ്ട. അപ്പോൾ അങ്ങനെ നമ്മളെവിടെയാ പറഞ്ഞു നിർത്തിയേ? എൻ്റെ ഈശോയെ, എൻ്റെ എവിടെ പറഞ്ഞെത്തി?
വസ്ത്രം അത് മലിനമായിട്ടിരിക്കുകയാണ്. അപ്പോൾ അനേകം മനുഷ്യര് വചനം കേട്ട് മാനസാന്തരത്തിലേക്ക്, വിശുദ്ധ കുമ്പസാരത്തിലേക്ക്, വചനത്തിന്റെ നിറവിലേക്ക്, പരിശുദ്ധ കുർബാനയുടെ കൃപയിലേക്ക്, രോഗസൗഖ്യത്തിലേക്ക് ഒക്കെ വന്ന് തമ്പടിച്ചിരുന്ന ഈ സ്ഥലത്ത് നിങ്ങളിരുന്ന് വചനം കേൾക്കുമ്പോൾ ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, അമ്മ പ്രത്യക്ഷപ്പെട്ട് ഇവിടെ വന്നിട്ട് നിങ്ങളോട് പറയുകയാണ്, ഇപ്പോൾ ഈ വചന കൂടാരത്തിലായിരിക്കുന്ന മക്കളെ, വരിക 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 വരിക, എന്റെ വസ്ത്രാഞ്ചലത്തിൽ നിങ്ങൾ തൊടുക എന്ന് പറഞ്ഞാൽ എന്ത് സംഭവിക്കും? അമ്മയ്ക്ക് ഉറങ്ങ എന്താ സംഭവിക്കുക? അതിനാണ് ഞാൻ പറഞ്ഞത്, പോയി കുമ്പസാരിച്ചോ, ധൈര്യമായിട്ട് പോയി കുമ്പസാരിക്കുക. ഈ പരിശുദ്ധ കുർബാന തീരുന്നതിന് മുൻപ് മാതാവ് നിങ്ങളെ പിടിക്കും. പിടിക്കും എന്ന് പറയണത് നല്ല വാക്കല്ല അല്ലേ, നെഗറ്റീവ് അല്ലേ? അപ്പം ഞാൻ ഈ കഴിഞ്ഞ ദിവസം കുട്ടികളുടെ ആദ്യ കുർബാന സിംഗത്തിനൊക്കെ ഒരുങ്ങുമ്പോൾ ഞാൻ അവരോട് പറഞ്ഞു, പിള്ളേരോട് പറഞ്ഞിടാ, ഒറ്റ ദിവസം പോലും മുടങ്ങരുത് കേട്ടോ, മുടങ്ങാതെ ക്ലാസ്സിൽ വരണം, മുടങ്ങി കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. പിന്നെ വേറെ കാര്യം പറഞ്ഞു, 50-ൽ 35 മാർക്ക് കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ ഓർഡർ കൊടുത്ത ബിരിയാണി അത് ക്യാൻസലാക്കി കൊള്ളാനൊക്കെ ഞാനിങ്ങനെ അങ്ങനെ പറഞ്ഞു. അപ്പോൾ ഒരുത്തം മാറ്റി എന്നോട് പറയാ, അച്ഛൻ ഡാർക്കായി സംസാരിക്കില്ലെന്ന്. ഡാർക്കായിട്ടേ പിള്ളേരുടെ രീതികൾ അങ്ങനെയൊക്കെ ഇപ്പോൾ. അപ്പം അതുകൊണ്ട് പിടിക്കും എന്ന് പറയുന്നത് നല്ല രീതിയല്ലേ? മാതാവ് നിങ്ങളെ സ്പർശിക്കും കേട്ടോ, മാതാവ് നിങ്ങളെ സ്പർശിക്കും. ഈ ക്ലാസിന്റെ അവസാനം നമ്മൾ വിശുദ്ധ ബലി അർപ്പിച്ച് തുടങ്ങുമ്പോൾ നിങ്ങൾ ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചാൽ മെഡ്ജുഗോറിയിൽ മാത്രമല്ല, ഗാഗുൽത്താനാഥ ഇവിടെ വന്ന നിങ്ങളുടെ ശരീരത്തിലും മനസ്സിലും ഹൃദയത്തിലും നിങ്ങൾ പോകുന്ന വഴികളിലും നിങ്ങളെ സ്പർശിക്കും. ഇത് വിശ്വസിക്കുന്നവർ ചേർന്ന് പറയട്ടെ, ആവേ മരിയ, ആവേ മരിയ, ആവേ മരിയ. സാത്താന്റെ ബന്ധനങ്ങൾ അഴിഞ്ഞു പോകട്ടെ, ദുരാത്മ സൈന്യങ്ങൾ വിട്ടുപോകട്ടെ, എല്ലാ തരത്തിലുള്ള ആസക്തികൾ വിട്ടുപോകട്ടെ, കണ്ണിന്റെ ദുരാസക്തികൾ വിട്ടുപോകട്ടെ, പലവിചാര പീഡകൾ വിട്ടുപോകട്ടെ, മദ്യപാനത്തിന്റെ ആസക്തികൾ വിട്ടുപോകട്ടെ, പൈശാചിക തന്ത്രങ്ങൾ, ഭൂതോച്ചാടനങ്ങൾ സംഭവിക്കട്ടെ. യേശുവേ യേശുവേ നന്ദി 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 നന്ദി. ചേർന്ന് സ്തുതിക്കുക. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഈശോയെ ഇടപെടണമേ. പരിശുദ്ധമ്മയുടെ വിമല ഹൃദയത്തിന്റെ ശക്തമായ സാന്നിധ്യം ഈ ഹാളിൽ ഇപ്പോൾ സംഭവിക്കട്ടെ. സൗഖ്യങ്ങൾ നടക്കട്ടെ. യേശുവേ ആരാധന 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 ആരാധന. അപ്പോ അമ്മ വരുമ്പോൾ നമുക്ക് എന്ത് സംഭവിക്കും? ഞാൻ ഓർക്കുക, ഞങ്ങൾ 6 അമ്പിള്ളേരെന്ന് പറഞ്ഞല്ലോ, അതിലെൻ്റെ നേരെ മൂത്തവൻ്റെ അമ്മ ഇല്ലാത്തൊരു അനുഭവം ആദ്യം പറയാം കേട്ടോ. അപ്പോൾ നേരെ മൂത്തവന് 55 വയസ്സ്. അപ്പോൾ അവൻ്റെ ഭാര്യ ഒരു 3-4 വർഷം മുമ്പ് രണ്ടുപേരും ഒരുമിച്ച് ഊണ് കഴിക്കുമ്പോൾ അവൾ പെട്ടെന്ന് കുഴഞ്ഞു വീണ് അവളെ എത്രയും പെട്ടെന്ന് പുല്ലൂർ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. താഴേക്കാട് മുത്തപ്പൻ്റെ ഇടവകയാണ്. അപ്പോൾ അവിടെ കൊണ്ടുപോയി കുറച്ച് കഴിഞ്ഞപ്പോൾ അവൾ നല്ലൊരു മാസീവ് ഹാർട്ട് അറ്റാക്കായി, ഹൃദയസ്തംഭനം മൂലം അവൾ മരണപ്പെട്ടു പോയി. അപ്പോൾ അവൾ ഉള്ള സമയത്ത് ഞാൻ പലപ്പോഴും അവിടെ പോകാറുണ്ട്. നമുക്കവിടെ ചെല്ലുമ്പോൾ ഒരു പരിശുദ്ധാത്മാവിൻ്റെ ഓളമാണ്. ആ പെൺകുട്ടി 41 വയസ്സുള്ളൂ അവൾ അവിടെ ഉള്ളപ്പോൾ. അവളെ ഞാൻ ചേച്ചിനെ വിളിക്കാറ്, ചേട്ടൻ്റെ ഭാര്യയല്ലേ, പക്ഷേ എന്നെക്കാളും ഇളയതാണ്, പക്ഷേ സ്ഥാനം കൊണ്ട് ചേച്ചിയല്ലേ. അപ്പോൾ അവിടെ ചെല്ലുമ്പോഴേക്കും അവൾ പെട്ടെന്ന് ഈ പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കാൻ ഭയങ്കര കൈപുണ്യം അല്ലേ. പെട്ടെന്ന് പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കും, 2-3 തരം കറിയൊക്കെ ഉണ്ടാക്കി. നമ്മളവിടെ ചെല്ലുമ്പോൾ തന്നെ ഒരു ഓണത്തിൻ്റെ പ്രതീതിയാണ് അവിടെ ചെല്ലുമ്പോൾ. അങ്ങനെയുള്ള ആ ഭവനത്തിൽ അവൾ മരണപ്പെട്ടതിന് ശേഷം ഞാൻ ഒരു ദിവസം പോവുക, കുറച്ച് ദിവസം കഴിഞ്ഞ് അവിടെ വീണ്ടും ചെല്ലുമ്പോൾ കാണുന്ന കാഴ്ച, അവൾക്ക് 2 ആമ്പിള്ളേരാണ്, 2പേരും ഡിഗ്രി പഠിക്കുക. അപ്പം അതിൽ മൂത്തവൻ ഞാൻ ചെല്ലുമ്പോൾ കാണുന്ന കാഴ്ച, വീടിൻ്റെ സ്റ്റെപ്പ് 2ാമത്തെ സ്റ്റെപ്പിൽ അമ്മയുടെ ഒരു ചെരുപ്പെടുത്ത്, മറ്റേ ചെരുപ്പ്, അമ്മ മരണപ്പെട്ടു പോയി, അമ്മയുടെ ഒരു ചെരുപ്പെടുത്ത് അതുമ്പോൾ ഇങ്ങനെ തൊട്ടുകൊണ്ട് ഇങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഞാൻ ചെല്ലുക. അപ്പോൾ അവൻ പറഞ്ഞു, അച്ഛാ പേപ്പ, അമ്മ ഇല്ല കേട്ടോ, ഇനി അമ്മയുടെ അവശേഷിക്കുന്നത്
ഈ 2 ചെരുപ്പുകളാണെന്ന് പറഞ്ഞ് അത് രണ്ടും ഇങ്ങനെ കൂട്ടിത്തിരുമ്മി അവനിരിക്കുക. കുറച്ചങ്ങോട്ട് പോയപ്പോൾ ഒരു ശ്മശാന മൂകത, വീട്ടിലെ ഒരു ഓളമില്ല. നോക്കുമ്പോൾ ചേട്ടൻ അലക്ഷ്യമായിട്ട് അവിടെ സോഫ സെറ്റിയിൽ അങ്ങനെ കിടപ്പുണ്ട്. ഞാൻ കുറച്ചങ്ങോട്ട് നോക്കിയപ്പോൾ അതിൽ ഇളയവൻ എന്തോ ചില കാര്യങ്ങൾ അവിടെ അടുക്കളയിൽ ചെയ്യുന്നുണ്ട്. അമ്മയില്ലാത്ത ഭവനം ഇങ്ങനെ പരിത്യക്തമാണെങ്കിൽ, ഇങ്ങനെ ശൂന്യമാണെങ്കിൽ, ഒരു ക്രൈസ്തവ മകന്, ഒരു ക്രൈസ്തവ മകൾക്ക്, ഒരു പുരോഹിതന്, ഒരു സന്യാസിക്ക് പരിശുദ്ധമ്മ ജീവിതത്തിൽ ഇല്ലെങ്കിൽ അവന്റെ ജീവിതം വട്ടപൂജ്യമായിരിക്കും. അമ്മ വേണം. അമ്മയില്ലെങ്കിൽ നമ്മളുടെ ജീവിതം ശൂന്യമായിരിക്കും എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുക. അപ്പം അതുകൊണ്ട് പ്രിയമുള്ളവരെ, അമ്മ നമ്മുടെ കൂടെയുണ്ടാകണം. ഞാൻ നമ്മുടെ കുളത്തുവയൽ ധ്യാന കേന്ദ്രത്തിലെ അച്ഛനാവുന്നതിന് മുമ്പ് എന്നോട് അഭിമന്യ താഴത്തെ പിതാവ് പറഞ്ഞു, ഞാൻ ബാംഗ്ലൂര് സെൻറ്റ് ജോൺസിൽ പഠിക്കുകയായിരുന്നു ആ സമയത്ത്. അപ്പോൾ പിതാവ് എന്നോട് പറഞ്ഞു, പോയിട്ട് എവിടെയെങ്കിലും പോയിട്ട് ധ്യാനിക്കുക. അപ്പം ഞാൻ കുളത്തുവയൽ പോയി ധ്യാനിച്ചു. അപ്പോൾ ധ്യാനിച്ച് ആദ്യമായിട്ടാണ് ഒരു കരിസ്മാറ്റിക് അനുഭവത്തിൽ ഇങ്ങനെ വരിക കേട്ടോ. അപ്പം ഞാനവിടെ സെമിനാരി പഠനമൊക്കെ കഴിഞ്ഞ് കരിസ്മാറ്റിക് എന്താണെന്നും വലിയ കാര്യമായിട്ടൊന്നും അറിയില്ല. അപ്പം ഞാൻ ഈ അച്ഛൻ്റെ അടുത്ത് ചെന്ന് ധ്യാനിച്ച് കുറച്ച് കഴിഞ്ഞിട്ട് കൗൺസിലിംഗ് എന്താണെന്ന് അറിയില്ല, വരദാനങ്ങളെക്കുറിച്ച് അറിയില്ല. അപ്പം ഞാനത് കഴിഞ്ഞിട്ട് ഈ അച്ഛനെ എന്നോട് സംഘാടകർ പറഞ്ഞു, പോയിട്ട് അച്ഛനൊന്ന് കണ്ടോ. അബ്രഹാം കടിയക്കുഴി അച്ഛൻ, നിങ്ങൾ കേട്ടിട്ടുണ്ട് അച്ഛനെ? നല്ല കൃപാവരുള്ള അച്ഛനാണ് അബ്രഹാം കടിയക്കുഴി അച്ഛൻ. പേര് കേട്ട് കഴിഞ്ഞാൽ കടിയക്കുഴി, കടുവ എന്നൊക്കെയാണ് വീട്ടുപേര്. പക്ഷേ സൗമ്യനായിട്ടൊരു അച്ഛനാണ് കേട്ടോ, വളരെ ശാന്തപ്രകൃതക്കാരനാണ്. അങ്ങനെ അച്ഛൻ ശിരസിൽ കൈവച്ചിട്ട് എന്നോട് പറഞ്ഞു, അന്നാ ഞാൻ മനസ്സിലാക്കുന്നത് കൗൺസിലിംഗ് വരദാനങ്ങളൊക്കെ എങ്ങനെയുണ്ടെന്ന്. ശിരസിൽ കൈവച്ചിട്ട് ആദ്യമേ പറഞ്ഞു, ഏതാനും നാളുകൾക്കുള്ളിൽ അച്ഛൻ വിദേശത്ത് പോകും. ഞാൻ വിചാരിച്ചു, ദൈവമേ, വിദേശത്ത് പോകുമോ? പാസ്പോർട്ടില്ല, ഒന്നുമില്ല, അത് പോവോ? അപ്പം ഞാനിങ്ങനെ ഡൗട്ട് ചെയ്തു, ഇതൊക്കെ നടക്കണ കാര്യമാണോ? വെറുതെ ചുമ്മാ ഒരിടപാട്. അങ്ങനെ വലിയ വിശ്വാസം അവിടെ ഇരുന്നു. രണ്ടാമത്തെ അച്ഛൻ കൈവച്ച് വീണ്ടും, യേശുവേ നന്ദി 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 നന്ദി, ഹല്ലേലൂയ, മകനെ വെളിപ്പെടുത്തി തരണമേ, മകൻ്റെ ഹൃദയത്തിൽ പരകൃതി ജ്ഞാനം ഇട്ടുകൊടുക്കണമേ, ഈ മകന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ വെളിപ്പെടുത്തി കിട്ടണമേ, യേശുവേ നന്ദി 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 നന്ദി. അച്ഛൻ്റെ അച്ഛൻ്റെ ജ്യേഷ്ഠ സഹോദരൻ 5 വർഷമായിട്ട് വിദേശത്ത് പോയി. അച്ഛനെ ആ ജ്യേഷ്ഠ സഹോദരനെ അനിഷ്ട സംഭവങ്ങളിലൂടെ കടന്നു പോകുന്നു. ആ ചേട്ടൻ വരാനായിട്ട് സാധിക്കില്ല. വരാത്തത് കൊണ്ട് 5 വർഷമായിട്ട് നാട്ടിലേക്ക് വരാത്തതുകൊണ്ട് സങ്കടപ്പെട്ടിരിക്കുന്നു. ചേട്ടന് വേണ്ടി പ്രാർത്ഥിക്കുക. അപ്പം പിന്നെ ഞാൻ ആകെ വല്ലാണ്ട് വയർത്തു തുടങ്ങി. എന്താ കാര്യം എന്നറിയോ? ഈ നേരത്തെ പറഞ്ഞ ചേട്ടനാണിത്. ആ ചേട്ടൻ 5 വർഷം കഴിഞ്ഞിട്ടാണ് വരിക. എൻ്റെ പട്ടത്തിനുണ്ടായിരുന്നില്ല, മാതാപിതാക്കൾ അപ്പച്ചൻ മരിക്കുമ്പോഴുണ്ടായിരുന്നില്ല. അങ്ങനെയാണ് ചേട്ടൻ 5 വർഷം അവിടെയായിരുന്നു. കൃത്യമായിട്ട് ഇങ്ങോട്ട് പറയുക. എന്നിട്ടൊരു കാര്യം കൂടെ പറഞ്ഞു, നന്നായിട്ട് വചനത്തിൻ്റെ വരം അച്ഛന് തരുന്നുണ്ട്, പരിശുദ്ധാത്മാവ് നന്നായിട്ട് വചനത്തിൻ്റെ വരം തരുന്നുണ്ട്, അത് നഷ്ടപ്പെടുത്തരുത് എന്നൊക്കെ പറഞ്ഞ് പ്രാർത്ഥിച്ച് എന്നെ അവിടെ നിന്ന് വിട്ടു. അപ്പോൾ പ്രിയമുള്ളവരെ, പരിശുദ്ധമ്മ ആ പോകുന്ന പോക്കിൽ അച്ഛൻ ഒരു കാര്യം കൂടെ പഠിപ്പിച്ചു. അതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് തരാൻ ആഗ്രഹിക്കുക. അച്ഛൻ പറഞ്ഞു, അച്ഛൻ യാത്ര ചെയ്യുമ്പോൾ, വെറുതെ ഇരിക്കുമ്പോൾ, കിടക്കാൻ പോകുമ്പോൾ, മനസ്സിന് വിഷമമുണ്ടാകുമ്പോൾ അച്ഛൻ ഈ സുഹൃദേവം ചെല്ലണം. ആ സുഹൃദേവം നമ്മൾ ഒരുമിച്ച് ചെല്ലാൻ പോകാം കേട്ടോ. റെഡിയാണോ? നിങ്ങളിരുന്ന് ഉറങ്ങി കഴിഞ്ഞാൽ എനിക്ക് സങ്കടമാവും. ഉറങ്ങണ്ട, ദൈവമേ ഉറങ്ങരുത് കേട്ടോ. ഓക്കെ, അപ്പോൾ സുഹൃദേവം ഇങ്ങനെയാണ്, നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാം. അമ്മേ അഭയമേ, അമ്മേ അഭയമേ, എൻ്റെ ആശ്രയമേ, ഉണ്ണീശോയുമായി എൻ്റെ ജീവിതത്തിൻ്റെ സങ്കടങ്ങളിലേക്ക് എഴുന്നള്ളി വരണമേ. കേട്ടല്ലോ? പിടുത്തം കിട്ടിയ? അമ്മേ അഭയമേ, ആശ്രയമേ, എൻ്റെ സങ്കേതമേ, ഉണ്ണീശോയുമായി എൻ്റെ ജീവിതത്തിലേക്ക് എഴുന്നള്ളി വരണമേ. അതുകൊണ്ട് അപ്പച്ചന്മാർ ജോലിക്ക് പോകുമ്പോൾ, യാത്ര ചെയ്ത് ജോലിക്ക് പോകുമ്പോൾ മടുത്തിട്ടിരിക്കുകയാണെങ്കിൽ, വണ്ടി ഓടിക്കുമ്പോൾ സ്റ്റീറിങ് കയ്യിലുണ്ട് അല്ലെങ്കിൽ ബൈക്ക് കയ്യിലുണ്ട്, അത് ഇത് ആലോചിച്ച് പോകാതെ ഇങ്ങനെ പറയുക, ഇങ്ങനെ പ്രാർത്ഥിക്കുക. അങ്ങനെ പ്രാർത്ഥിക്കണം. അമ്മേ അഭയമേ, ആശ്രയമേ, എൻ്റെ സങ്കേതമേ, ഈ വാഹനമായിട്ട് ഞാൻ മുന്നോട്ട് പോകുമ്പോൾ എൻ്റെ യാത്രയിൽ ഉണ്ണീശോയുമായി കൂട്ടിനുണ്ടാകണമേ. ഹല്ലേലൂയ. എല്ലാത്തിലേക്കും ക്ഷണിക്കുക. ഇവിടെ ഇരിക്കുന്ന അമ്മച്ചിമാരെ കറിക്കരിഞ്ഞ് മടുത്ത് പാത്രം കഴുകി പിന്നെന്താ വസ്ത്രം കഴുകി മടുത്തിരിക്കുക. അപ്പോൾ
പ്രാകാതെ ഭയങ്കര മൂഡ്, എന്തോരം പണിയാണ്, അങ്ങനെയൊന്നും പറയാതെ ആ കറിക്കൊന്നും വലിയ ടേസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ. അപ്പം അങ്ങനെ വെണ്ടയ്ക്കൊക്കെ ഇങ്ങനെ ചക്ക് 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 ഇങ്ങനെ അരിഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക, അമ്മേ അഭയമേ ആശ്രയമേ ഉണ്ണീശോയുമായി ഞാൻ ഈ കറിക്കരിയുമ്പോൾ എനിക്ക് കൂട്ടിന് വരണമേ, ഇന്നത്തെ കറി സൂപ്പറാകണമേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ട് അരിയുക. അത് കഴിഞ്ഞിട്ട് അത് വെച്ച് വിളമ്പി കൊടുക്കുമ്പോഴല്ലോ ആ കഴിക്കുന്നവർക്ക് അത് വളരെ രുചികരമായിരിക്കും. അപ്പോൾ പ്രിയമുള്ളവരെ, പരിശുദ്ധമ്മയെ കൂട്ടുപിടിച്ചിട്ട് മുന്നോട്ട് പോകാവൂ. ഇനി ഇതിൻ്റെ ഒരു രഹസ്യം എന്താണെന്നറിയോ? ഇതിൻ്റെ ഒരു രഹസ്യം കൂടെ ഞാൻ പറഞ്ഞുതരാം. അതെ, നമ്മൾ സൂപ്പർ മാർക്കറ്റിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ മലയാളികൾ എപ്പോഴും എന്താ ചിന്തിക്കുന്നത്? എന്തെങ്കിലും ഒരു കാര്യത്തിന് ഒരു ഓഫർ കിട്ടട്ടെ എന്നാണ് നമ്മുടെ ചിന്ത, അല്ലേ? നമ്മൾ അങ്ങനെ ചിന്തിക്കുക. അപ്പോൾ നമ്മളിങ്ങനെ നോക്കുമ്പോൾ ഒന്നെടുത്താൽ ഒന്ന് ഫ്രീ. പരിശുദ്ധമ്മയെ കൂട്ടുപിടിച്ചാൽ ആര് ഫ്രീ? ഉണ്ണീശോ ഫ്രീ ആയിട്ട് ഇങ്ങോട്ട് വരും. ഉണ്ണീശോ ഫ്രീ ആയിട്ട് ഇങ്ങോട്ട് വരും കൂടെ. അപ്പോൾ പ്രിയമുള്ളവരെ, ഉണ്ണീശോയുടെ ആ കൃപയിൽ നിലനിൽക്കാൻ നമുക്ക് സാധിക്കട്ടെ എന്ന് പരിശുദ്ധ അമ്മയോട് ചേർന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. വീണ്ടും നമ്മൾ മെഡ്ജിഗോറിയിലേക്ക് പോവാണ് കേട്ടോ. അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞാൽ പരിശുദ്ധമ്മ നമുക്ക് 5 കല്ലുകൾ തരും. ആ കല്ലുകളാണ് ഇനിയിപ്പോൾ നിങ്ങൾക്ക് തരാൻ പോണത്. അതിലൊരു കല്ലാണ് ഞാൻ നേരത്തെ പറഞ്ഞ കുമ്പസാരം. 5 കല്ലുകളാണ് പരിശുദ്ധമ്മ നമുക്ക് തരിക. ഒന്നാമത്തെ കല്ലാണ് എന്താണ്? പരിശുദ്ധമ്മ പറയുന്നത്, മെഡ്ജിഗോറിയിൽ ചെന്നിറങ്ങുമ്പോൾ തന്നെ ഒരു ശുശ്രൂഷയിലോ ഒരു കുർബാനയിലോ പങ്കെടുക്കുന്നതിന് മുൻപ് അമ്മ ആദ്യം പറയുന്നത് എന്താണ്? പ്രയർ വിത്ത് ഹാർട്ട്, ദ റോസറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ശുശ്രൂഷകളൊക്കെ ആരംഭിക്കുന്നതിന് മുൻപ് പരിശുദ്ധ അമ്മയുടെ കൊന്ത ചെല്ലുന്ന കുറേ സ്ഥലങ്ങളുണ്ട്. അവിടെ പോയിട്ട് ആദ്യമായിട്ട് മനസ്സിരുത്തി ഒരു കൊന്ത ചെല്ലിയിട്ട് പള്ളിയിലേക്ക് വരിക. അപ്പം ആദ്യത്തെ കല്ലേതാ? ജപമാല. വെറുതെ ചെല്ലിയാൽ പോരാ, അങ്ങനെ വെറുതെ ചെല്ലാലൊന്നും പോരാ. നല്ല തീഷ്ണതയോടെ ഒരു 5 രഹസ്യങ്ങൾ, ആ ദിവസത്തിൻ്റെ 5 രഹസ്യങ്ങൾ. ഇന്ന് ഏതാ ദിവസം? വെള്ളിയാഴ്ച. ഏത് രഹസ്യ? എന്ത് രഹസ്യ? ദുഃഖരഹസ്യം. വൃത്തിയായിട്ടൊരു ദുഃഖരഹസ്യങ്ങൾ വെടിപ്പായിട്ട് 5 രഹസ്യങ്ങൾ ചെല്ല, ഒരു ലുത്തിനിയും ചെല്ല, വിശ്വാസ ഭ്രമണക്ക് ആരംഭത്തിൽ ചെല്ലി, എന്നിട്ട് 53 ജപം സമർപ്പിച്ച് ഒരു കൊന്ത എല്ലിയതിന് ശേഷം നമ്മൾ എന്ത് വേണം? നേരെ കുമ്പസാരത്തിന് പോകണം. രണ്ടാമത്തെ കല്ലെന്താ? കുമ്പസാരം. രണ്ടാമത്തെ തൂണാണത്. രണ്ടാമത്തെ ആധ്യാത്മികതയിലേക്ക്, മെഡ്ജിഗോറിയിലേക്ക് പോകുന്നവർക്ക് കൊടുക്കുന്ന രണ്ടാമത്തെ തൂണ് കുമ്പസാരമാണ്. മൂന്നാമത്തെ കല്ല് നമ്മൾ സൂക്ഷിക്കാൻ കൊടുക്കേണ്ടത് ഏതാണ്? വിശുദ്ധ കുർബാന. ഇന്ന് നമ്മൾ ബലിയർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. കൊന്ത നമ്മൾ ആരംഭത്തിലെ ചൊല്ലി വിശുദ്ധ ബലിയർപ്പണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വിശുദ്ധ ബലിയർപ്പണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഞ്ചശതധാരിയായ വിശുദ്ധ, പിന്നെ നമ്മുടെ കർത്താവിന് കൊടുത്തതല്ലേ അതല്ല ഞാൻ പറഞ്ഞു. പഞ്ചശതധാരിയായ കർത്താവ് എന്ന് പറയുക, കർത്താവിൻ്റെ ശതങ്ങളെല്ലാം നമുക്കറിയാം അല്ലേ? പഞ്ചശതധാരിയാണ്. ദേഹമാസകലം ഉഴിഞ്ഞ ഉഴവുചാല് പോലെ അത് മറിച്ചിട്ടിരിക്കുന്നു. അങ്ങനെ ശരീരം മുഴുവൻ വേദനയാണ്, ശിരസിലൊക്കെ. അപ്പം അതുകൊണ്ട് കർത്താവിൻ്റെ സഹനത്തോട് ഈ വിശുദ്ധരുടെ സഹനത്തെ തുലനപ്പെടുത്താൻ പറ്റില്ല. ക്രിസ്തുവിൻ്റെ സഹനത്തിൻ്റെ പ്രതീകമായി പഞ്ചശതധാരിയായ വിശുദ്ധ പാദ്രേ പിയോ എന്ന് പറയുന്ന അച്ഛൻ പറഞ്ഞൊരു കാര്യമുണ്ട് പരിശുദ്ധ കുർബാനയെക്കുറിച്ച്. ഈ ഭൂമിയിൽ ഏതെങ്കിലും ഒരു ദിവസം, ഈ ഭൂമിയിൽ ലോകത്തിൻ്റെ ഏതെങ്കിലും ഒരു കോണിൽ ഒരു വിശുദ്ധ ബലി പോലും അർപ്പിക്കപ്പെടാതെ ഒരു ദിവസമുണ്ടെങ്കിൽ അത് ലോകത്തിൻ്റെ അന്ത്യദിനമായിരിക്കും എന്ന് പഞ്ചശതധാരിയായ വിശുദ്ധ പാദ്രേ പിയോ പറഞ്ഞു വയ്ക്കുക. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. അപ്പോ ഇന്ന് വിശുദ്ധ ബലി അർപ്പിക്കുന്നതിന് മുൻപ് പ്രിയമുള്ള മക്കളെ, നന്നായിട്ട് മനസ്സ് തുറന്ന് വെടിപ്പായി പറഞ്ഞ് കുമ്പസാരിക്കണം. കുമ്പസാരത്തെ കുറിച്ചൊരു വാക്കട്ടാ. ഈ കുമ്പസാരിക്കാൻ വരുമ്പോൾ വെളിപ്പെടുത്തി കുമ്പസാരിക്കുക. ഇപ്പം ഞാൻ അച്ഛൻ്റെ അടുത്ത് കുമ്പസാരിക്കാൻ ചെന്നപ്പോൾ, കുമ്പസാര രഹസ്യമല്ല കേട്ടോ, അതിന് മുമ്പുള്ള കാര്യമാണ്. അപ്പോൾ പറഞ്ഞു, അച്ഛാ ഞാൻ വികാരിച്ചനാണ് അച്ഛാ എന്ന് പറഞ്ഞിട്ട് പാപങ്ങൾ പറഞ്ഞു കൊടുക്കുക. ഈ എന്താ പറയുക, രഹസ്യമായിട്ട് വെച്ച് കുമ്പസാരിക്കരുത്. ഞാൻ ഒരു അപ്പച്ചനാണ് അച്ഛാ, ഞാനൊരു അപ്പച്ചനാണ്, ഞാൻ കഴിഞ്ഞ 16 വർഷമായിട്ട് കുമ്പസാരിച്ചിട്ടില്ല. ആമേൻ. സംഭവിക്കാലോ. അപ്പം അങ്ങനെ വെളിപ്പെടുത്തി കുമ്പസാരിക്കുക. ഞാനൊരു 6 മാസമായിട്ട് കുമ്പസാരിച്ചിട്ടില്ല അച്ഛാ, എനിക്ക് ഭാര്യയുണ്ട്, 2 മക്കളുണ്ട്. തെറ്റി പറയരുത്, എനിക്ക് 2 ഭാര്യയുണ്ടെന്നൊന്നും പറയരുത്. അങ്ങനെ ഉണ്ടാവോ? ഉണ്ട്, ഒരെണ്ണത്തിനുണ്ട്.
ഉണ്ട്. കുറേ ജാതികൾക്ക് ഈ കാര്യത്തിൽ വ്യത്യാസങ്ങളുണ്ട് ഇപ്പോൾ പലപ്പോഴും. എന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് അവർ കെട്ടുപൂട്ട് അഴിക്കുക, പിടിക്കുക. ഞാൻ ന്യൂയോർക്കിൽ പോയി, ഇതിൻ്റെ കുറച്ച് ഒരു 4-5 ദിവസം അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ കണ്ട കാഴ്ച എനിക്ക് സങ്കടം തോന്നി. കുറേയധികം നമ്മുടെ മലയാളികൾ 1970-കളിൽ 80-കളിൽ 90-കളിലൊക്കെ കർത്താവ് കൊണ്ടുപോയത് അവരവിടെ മാളിക പോലത്തെ വീടുകൾ വെച്ച്, ആ വീടിൻ്റെ ആദ്യത്തെ നിലയിൽ ആരാ? ഭർത്താവ്. രണ്ടാമത്തെ നിലയിൽ, അടിയിലത്തെ നിലയിൽ അമ്മ, ഭാര്യ. അവർ തമ്മിൽ ഡിവോഴ്സ് ആയിരിക്കുന്നു. അവർക്കുണ്ടായ മക്കള് മിഡിൽ ഫ്ലോറിൽ താമസിക്കുന്നു. ഡിവോഴ്സ് ആയവരാ, പക്ഷെ നല്ല സഹകരണം. എന്തു നല്ല ഫാമിലി. ഇതിങ്ങനെ ഒന്നല്ല, ഞാൻ അന്തം വിട്ടുപോയി കണ്ടപ്പോൾ. ഇതെന്തുകൊണ്ടാണെന്നറിയോ? ഡിവോഴ്സ് കഴിഞ്ഞിട്ടും അവരിങ്ങനെ നിൽക്കുക. ഡിവോഴ്സ് കഴിഞ്ഞിട്ട് അത് പരസ്യപ്പെടുത്തി കഴിഞ്ഞാൽ ഇരു കൂട്ടർക്കും സാമ്പത്തിക നഷ്ടം വലിയ നഷ്ടമാണ്. അതുകൊണ്ട് ഒരു അഡ്ജസ്റ്റ്മെന്റിൽ ഇങ്ങനെ പോകുന്നു. അവർ വീട് വിട്ടു പോയി കഴിഞ്ഞാൽ വീടിൻ്റെ പകുതി കൊടുക്കണം, അങ്ങനെ സ്വത്ത് വായിക്കണം. അപ്പം അതുകൊണ്ട് അവരവിടെ തന്നെ താമസിക്കുക. നമ്മുടെ വിഷയം ഇതൊന്നല്ലായിരുന്നല്ലോ. എന്തായിരുന്നു നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്? എന്താ? കല്ല്. അപ്പം എത്ര കല്ല് പറഞ്ഞു? ഒന്നാമത്തത് ജപമാല, രണ്ടാമത്തത് വിശുദ്ധ കുമ്പസാരം. കുമ്പസാരത്തെ കുറിച്ച് പറഞ്ഞു വരികയായിരുന്നു. അപ്പൊ ഞാനൊരു ഭാര്യയാണ്, എനിക്ക് ഭർത്താവുണ്ട്, 2 മക്കളുണ്ട്. ഞാൻ കുമ്പസാരിച്ചിട്ട് ഒരാഴ്ചയായിട്ടുള്ളൂ. വെളിപ്പെടുത്തി കുമ്പസാരിക്കുക. പിന്നെ ചെന്ന് നിന്ന വശം തന്നെ സ്തുതിക്കുക. യേശുവേ നന്ദി, 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 ഹല്ലേലൂയ. എന്ത് കുമ്പസാരം അത്? ഒരക്ഷരം വേണ്ടി പോകരുത്. പാപം മാത്രം പറയാൻ പാടുള്ളൂ. എന്നിട്ട് ഏറ്റു പറയാം, അച്ഛാ എനിക്ക് ഇതാണ് എൻ്റെ അച്ഛ പാപങ്ങൾ. എല്ലാം സ്തുതിപ്പോടെ നിർത്തുക. എന്നിട്ട് വ്യക്തമായിട്ട് കുമ്പസാരിക്കുക. ഓക്കെ, അപ്പോൾ അത് കുമ്പസാരത്തിൻ്റെ ക്ലാസ് അല്ല. അപ്പം എങ്കിലും ഞാൻ പറഞ്ഞു എന്ന് മാത്രം. അപ്പോൾ വിശുദ്ധ കുമ്പസാരം, അതിനുശേഷം വിശുദ്ധ കുർബാന, ബലിയർപ്പിക്കുക. എല്ലാ ദിവസവും ഇത്തിരി കുളിരുണ്ട്, തണുപ്പുണ്ട്, ബുദ്ധിമുട്ടുണ്ടെങ്കിലും ഊട്ടിപ്പോയി ബലിയർപ്പിക്കുക. തൊട്ടടുത്ത ദേവാലയത്തിൽ പോയി ബലിയർപ്പിക്കുക. ഈശോയുടെ തിരുശരീര രക്തം കൊണ്ട് നിറയുക. ഇന്നലെ കോർപ്പസ് ക്രിസ്തി, ക്രിസ്തുവിന്റെ തിരുശരീര രക്തങ്ങളുടെ തിരുനാള്. ഈശോ പറഞ്ഞില്ലേ വ്യക്തമായിട്ട്? യോഹന്നാന്റെ സുവിശേഷം അതിന്റെ 6-ാം അധ്യായം 51 മുതൽ പറഞ്ഞില്ലേ, ഇതെന്റെ ശരീരമാണ്, ഇതെന്റെ രക്തമാണ്, ഇത് പാനം ചെയ്യുന്നവൻ അവൻ എന്നേക്കും ജീവിക്കും. വിശുദ്ധ ബലിയർപ്പണം അത് ശക്തമായിട്ടുള്ള കൃപയായിട്ട് തീരണം. അതുകൊണ്ട് അപ്പനും അമ്മയും ബലിയർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന ഒരു അനുഭവം ഉണ്ടെങ്കിൽ, ഭവനത്തിലുണ്ടെങ്കിൽ, ആ ഭവനം നസ്രത്ത് ഭവനം പോലെ ആയിരിക്കും. അവിടെ ഈശോയുടെ സാന്നിധ്യം ഉണ്ടായിരിക്കും, പരിശുദ്ധ അമ്മയുടെ നിറവുണ്ടായിരിക്കും, മാർ യോസേപ്പിന്റെ സാന്നിധ്യം ഉണ്ടായിരിക്കും. അതൊരു നസ്രത്ത് കുടുംബമായിരിക്കും. ബലിയർപ്പണം ഇല്ലെങ്കിൽ ആർക്കും നമുക്ക് എന്ത് കൗൺസിലിങ്, എന്ത് പരിപാടി നടന്നിട്ടൊന്നും ഒരു കാര്യമില്ല. ആ ഭവനത്തിൽ വിശുദ്ധ ബലിയർപ്പണം മുടങ്ങിപ്പോയിട്ടുണ്ടെങ്കിൽ, കർത്താവിൻ്റെ അൾത്താരം മുടങ്ങിപ്പോയിട്ടുണ്ടെങ്കിൽ, ആ ഭവനം അത് പരിത്യക്തമാകും. അപ്പം അതുകൊണ്ട് പ്രിയമുള്ളവരെ, വിശുദ്ധ ബലിയർപ്പണം. പിന്നെ വചനത്തിൻ്റെ നിറവുണ്ടാകണം. അപ്പോൾ വചനം പ്രതിഷ്ഠിച്ച ഭവനങ്ങളായിരിക്കണം. കർത്താവ് തന്നെ പറഞ്ഞില്ലേ, യോഹന്നാന്റെ സുവിശേഷം അതിൻ്റെ 6-ലൊക്കെ പറയുന്നില്ലേ, വളരെ വ്യക്തമായിട്ട് ഇങ്ങനെ പഠിപ്പിക്കുക, കൃത്യമായിട്ട് പറഞ്ഞു വയ്ക്കുന്നു, എൻ്റെ പിതാവിനാൽ ആകർഷിച്ചാലല്ലാതെ ആരും എൻ്റെ അടുക്കിലേക്ക് വരികയില്ല. ഇപ്പൊ ഇവിടെ ഇരിക്കുന്ന ഇത്രയും ജനം നമ്മുടെ കുടുംബത്തിന്റെ പാരമ്പര്യം കൊണ്ടാണോ, എൻ്റെ കുലീനത്വം കൊണ്ടാണോ, എൻ്റെ മിടുക്ക് കൊണ്ടാണോ, എൻ്റെ തറവാടിൻ്റെ മഹിമ കൊണ്ടാണോ? ഞാൻ എന്നോട് ചോദിക്കുന്നത്, നിങ്ങൾക്ക് വേണ്ടിയാ ചോദിക്കണം കേട്ടാ, നിങ്ങളോട് ചോദിക്കണം. അതുകൊണ്ടാണോ ഞാനിവിടെ വന്നിരിക്കുന്നത്? അല്ല, എൻ്റെ പിതാവിനാൽ ആകർഷിച്ചാലല്ലാതെ ഒരു മകനോ മകളോ എൻ്റെ സന്നിധിയിൽ വരികയില്ല. കർത്താവ് ആകർഷിച്ച് പരിശുദ്ധാത്മാവിന്റെ ആകർഷണ ശക്തി തന്ന് ഈ പ്രഭാതത്തിൽ നിങ്ങളെ കൊണ്ടുവന്നതാ. ആത്മാവിന്റെ നിറവുള്ള മനുഷ്യരായി, വചനത്തിൽ കൃപയുള്ളവരായി നമ്മൾ തീരണം എന്ന് പറയാണ്. പിന്നെ അടുത്ത സ്റ്റോൺ എന്ന് പറയുന്നത് പ്രാശ്ചിത്തമാണ്. പ്രാശ്ചിത്തം, ഫാസ്റ്റിംഗ്. ഇപ്പോൾ അല്പസ്വല്പമൊക്കെ നമ്മൾ മാസാദി വെള്ളിയാഴ്ചകളിൽ ഒരിച്ചിരി ഉപവസിക്കുക, പ്രാശ്ചിത്ത പ്രവർത്തികൾ ചെയ്യുക. അത് ചെയ്യുന്ന മനോഹരമായിട്ടുള്ള ഒരു സമൂഹമാണ് ഇത് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഈ 5 തൂണുകൾ പരിശുദ്ധം വന്നിട്ട് പറയാണ്,
ദാവീദ് രാജാവ്, അവൻ രാജാവാകുന്നതിന് മുൻപ് തിളങ്ങുന്ന കൃഷ്ണമണികളും ആരെയും മോഹിപ്പിക്കുന്ന ലാവണ്യമുള്ള ഒരു ചെറുപ്പക്കാരൻ, ഒരു ബാലൻ. അവൻ്റെ കയ്യിൽ 5 കല്ലുകൾ അവൻ എടുത്തിട്ട്, ഒരു കവണയും എടുത്തിട്ട് അവൻ പറഞ്ഞു, ഞാൻ എനിക്കെതിരെ നിൽക്കുന്ന ഈ ദുഷ്ടശക്തിയെ, ഈ ഫിലിസ്തീനക്കാരനെ, ഈ ഗോലിയാത്ത് എന്ന് പറയുന്ന ഈ സംവിധാനത്തെ, ഈ ദുരാത്മശക്തിയെ ഞാൻ തുരത്തും. ഇന്ന് ദൈവജനത്തിന് വേണ്ടി ഞാൻ നിലകൊള്ളും എന്ന് പറഞ്ഞ് 5 കല്ലുകൾ കൊണ്ട് ആ ദുഷ്ടശക്തിയെ, ആ ബലവത്തായ ഗോലിയാത്ത് എന്ന് പറയുന്ന മനുഷ്യനെ അടിച്ചു വീഴ്ത്തിയ ആ ശക്തി പോലെ പരിശുദ്ധമ്മ പറയാണ്, ഈ 5 തൂണുകൾ, ഈ 5 കല്ലുകൾ ദൈവമക്കളുടെ കൈവശമുണ്ടെങ്കിൽ ഒരു ദുരാത്മ സൈന്യത്തിനോ, ഒരു ദുഷ്ടശക്തിക്കോ, ഒരു ദുഷ്ടാരൂപിക്കോ, ഒരു പൈശാചിക ബന്ധനത്തിനോ, ഒരു ദുഷ്കർമ്മത്തിനോ നിങ്ങളെ തൊടാൻ സാധിക്കില്ല എന്ന് പരിശുദ്ധമ്മ ഇന്ന് നമ്മെ പഠിപ്പിക്കുന്നു. ചേർന്നൊരു ഹല്ലേലൂയ പറഞ്ഞാൽ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പം അതുകൊണ്ട് പ്രിയമുള്ള മക്കളെ, നമ്മുടെ അമ്മ എന്ന് പറയുന്നത് ഉഗ്രസ്വരൂപിണിയാണ്. അത് മറക്കരുത് കേട്ടോ. നമ്മൾ ഈ വെളിപാടിൻ്റെ 1:5 അവളെ നമ്മൾ കണ്ടെത്തുക. വെളിപാടിൻ്റെ 1:5. അതുവരെ നമ്മൾ കാണുന്നത് എന്താ? നസ്രത്തിലെ വില്ലേജിൽ കരങ്ങൾ കൂപ്പി അവൾ ഇങ്ങനെ തുന്നിക്കൊണ്ടിരിക്കുക. എന്തോ നെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് നമ്മുടെ പോസ്റ്റ്മാൻ മംഗളദൂതുമായിട്ട് വരികയല്ല. അപ്പം നമ്മൾ അവിടെ കാണുന്നത് നിഷ്കളങ്കയായ ഒരു 10-14 വയസ്സുള്ളൊരു യഹൂദ പെൺകുട്ടിയായ പരിശുദ്ധമ്മയുടെ സ്നേഹ സാന്നിധ്യമാണ്, ലാവണ്യമാണ്. അവൾ നിശബ്ദയാണ്. പിന്നെ കാണുന്നത് അവളുടെ പരിശുദ്ധാത്മാവ് പറഞ്ഞതുപോലെ യേശുവിന് ജന്മം കൊടുക്കുന്ന, ത്യാഗങ്ങൾ ചെയ്ത് അനുഷ്ഠിച്ച് വീടിൻ്റെ കഷ്ടപ്പാടുകൾ കൊണ്ടു നടന്ന, യേശുവിനെ പോറ്റി വളർത്തിയ തൻ്റെ ഭർത്താവിനെ, പ്രതിശ്രുത ഭർത്താവിനെ പൊന്നുപോലെ നോക്കുന്ന കുടുംബിനിയായ പരിശുദ്ധമ്മയെ കണ്ടുമുട്ടുന്നു. കാൽവരിയുടെ നെറുകയിൽ, ഈ കാലിത്തൊഴുത്ത് മുതൽ കാൽവരിയുടെ നെറുകയിൽ നമ്മൾ കാണുന്നത് എന്താണ്? കത്തുന്ന മുൾപ്പടർപ്പ് പോലെ ഈശോയുടെ ആ സഹനത്തിൻ്റെ പാരമ്യത്തിൽ ആദ്യത്തെ തിരുവോസ്തി പോലെ ചുട്ടെടുത്ത് അവൻ്റെ ദേഹമാസകലം ഉഴവുചാല് പോലെ മാറി മാറി ചമ്മട്ടി കൊണ്ടടിച്ചും കുന്തം കൊണ്ട് കുത്തിയും സഹനത്തിലൂടെ കടന്നു പോകുന്ന ഈശോയുടെ ആ സ്നേഹ സാന്നിധ്യമാകുന്ന പരിശുദ്ധമ്മ അവൻ്റെ കാലിൽ കെട്ടിപ്പിടിച്ച് അവൻ്റെ തിരുവിലാവിൽ നിന്ന് ഒളിച്ചിറങ്ങുന്ന ആ തിരിച്ചോര തുള്ളികൾ മുത്തിയെടുത്ത് അവൾ പറയുന്നു, മകനേ നീ സങ്കടപ്പെടരുത്, പാറ പോലെ നിന്റെ പരിശുദ്ധമ്മ, നിന്റെ അമ്മയായ ഞാൻ, സകനത്തിൻ്റെ ദാസിയായ പരിശുദ്ധമ്മ, സകരക്ഷകയായ പരിശുദ്ധമ്മ നിന്നോടൊപ്പമുണ്ടെന്ന് പറഞ്ഞ് മകന്റെ ബലി പൂർത്തീകരിക്കുന്ന പരിശുദ്ധമ്മയെ നമ്മൾ കണ്ടുമുട്ടുക. എന്നാൽ വെളിപാടിൻ്റെ അവിടെ വരുമ്പോൾ കാര്യങ്ങൾക്കൊക്കെ വ്യത്യാസം വരികയാണ്, അല്ലേ? വെളിപാട് 1:5. ഏതെങ്കിലും സഹോദരങ്ങളോട് ഇരിപ്പുണ്ടെങ്കിൽ ഒന്ന് വായിക്കാവോ? 1:5. ഏതെങ്കിലും സഹോദരിമാർ വായിക്കാവോ? മൈക്കുണ്ടെങ്കിൽ ഒന്ന് വായിക്കോ. വെളിപാട് 1:5 നിങ്ങളൊന്ന് വായിക്കാവോ? വെളിപാട് 12:5 ഒന്ന് വായിക്കാവോ? വെളിപാട് 12:5 ഒന്ന് വായിച്ചോ. വെളിപാട് 12:5 ഒന്ന് വായിച്ചു. വെളിപാടിൻ്റെ 12:1 വായിച്ചേ. സ്വർഗത്തിൽ വലിയൊരു അടയാളം കാണപ്പെട്ടു. ഇപ്പൊ പഴയ നസ്രത്തിലെ കന്യകയൊന്നുമല്ല കേട്ടോ. സ്വർഗത്തിൽ വലിയൊരു അടയാളം കാണപ്പെട്ടു. വായിച്ചോ. സൂര്യനെ ഉടയാടയാക്കിയ ഒരു സ്ത്രീ. സൂര്യനെ ഉടയാടയാക്കിയ ഒരു സ്ത്രീ. സൂര്യനെ ഉടയാടയാക്കിയ സ്ത്രീ. നമ്മൾ മാക്സിമം പോകുന്ന റെയ്മണ്ട്സിന്റെ കോട്ടിലൊക്കെയാണ്, അല്ലേ? അല്ലെങ്കിൽ കാഞ്ചീപുരം സാരി, ബനാറസ് സാരിയൊക്കെയാണ് നമ്മൾ ചെന്ന് എത്തി നിൽക്കുക. അത്രയ്ക്കൊക്കെ ഉള്ള നമുക്ക്. എന്നാൽ നമ്മുടെ പാർട്ടി പണ്ടത്തെ വില്ലേജിലെ നസ്രത്തിലെ കന്യകയല്ലപ്പോ. അവള് സൂര്യനെ ഉടയാടയാക്കിയ ഒരു സ്ത്രീ. വായിച്ചോ. അവളുടെ പാദങ്ങൾക്കിടയിൽ ചന്ദ്രൻ. അവളുടെ പാദങ്ങൾക്ക് അടിയിൽ ചന്ദ്രൻ. ചെരുപ്പ് ലൂനാറല്ല കേട്ടോ. അവൾ ഏത് ചെരുപ്പിട്ടിരിക്കണേ? ആകാശഗോളങ്ങളെ ചവിട്ടി മെതിച്ച് അതിന്റെ മുൻപിൽ നിൽക്കുന്ന പരിശുദ്ധമ്മയെ സ്വപ്നം കാണുക. വീണ്ടും ശിരസിൽ 12 നക്ഷത്രങ്ങൾ കൊണ്ടുള്ള മുടി ധരിച്ച 12 നക്ഷത്രങ്ങൾ, 12 അപ്പസ്തോലന്മാർ, 12 സ്ലീഹന്മാർ, 12 ഗോത്രങ്ങൾ
എന്ന് പറഞ്ഞാൽ ഈ ഭൂമിയെ മുഴുവൻ അവൾ ശിരസിൽ ചാർത്തിയിരിക്കുന്നു. ഇപ്പോൾ ഭൂമിയിലുള്ള കോടാനുകോടി മനുഷ്യര്, മരിച്ചുപോയി അനേകം മനുഷ്യാത്മാക്കള്, ഇനി ജനിക്കാൻ പോകുന്നവര്, സർവ മനുഷ്യരെയും തന്റെ ശിരസിൽ ചാർത്തി ഉഗ്രസ്വരൂപിണിയായി അവൾ മുടിചൂടി നിൽക്കുന്ന വെളിപാടിന്റെ കന്യകയെ മറക്കരുത്. പറഞ്ഞോ. അവൾ ഗർഭിണിയായിരുന്നു, പ്രസവവേദനയാൽ അവൾ നിലവിളിച്ചു. അവൾ ഗർഭിണിയായിരുന്നു, പ്രസവവേദനയാൽ നിലവിളിച്ച് പ്രസവിച്ച ഈ ഭാഗത്തിരിക്കുന്ന എല്ലാ അമ്മമാരും ഒരു കൈ ഉയർത്തിയാൻ, വലത് കരം ഉയർത്തിയാൻ. പ്രസവിച്ചവരെ മാത്രം മതി കേട്ടോ. ഞങ്ങൾ ഈ ടീമിന് ഇത് അറിയില്ല. നിലവിളിച്ച് പ്രസവിച്ചവരല്ലേ, എൻ്റെ അമ്മേ എന്ന് പറഞ്ഞ് കരഞ്ഞ് നിലവിളിച്ച് ഈറ്റുനോവിനെ കുറിച്ചൊക്കെ നമ്മുടെ പൗലോസ്ലീഹ പറയുന്നുണ്ടല്ലേ, ഞാൻ ക്രിസ്തു നിങ്ങളിൽ രൂപപ്പെടുന്നത് വരെ ഈറ്റുനോവ് അനുഭവിക്കുന്നു. തൃശൂർ അതിരൂപതയുടെ വാത്സല്യമുള്ള തൂങ്കുഴി പിതാവിന്റെ ആപ്തവാക്യം ഇതാണ്, നിങ്ങളിൽ ക്രിസ്തു രൂപപ്പെടുന്നത് വരെ ഞാൻ ഈറ്റുനോവ് അനുഭവിക്കുന്നു. അതുകൊണ്ട് ഇത്ര ഉഗ്രസ്വരൂപിണിയായ അമ്മ ഗർഭിണിയായപ്പോൾ അവൾ നിലവിളിച്ച് കരഞ്ഞ് അവൾ വിളിച്ചപേക്ഷിച്ച് എന്താ സംഭവിച്ചേ? പ്രസവക്ലേശത്താൽ അവൾ ഞെരുങ്ങി. പ്രസവക്ലേശത്താൽ അവൾ ഞെരുങ്ങി. ഈ ഞെരുങ്ങാന്ന് പറഞ്ഞാൽ എങ്ങനെയാ? അവിടേക്ക് അമ്മമാരൊന്ന് ഞെരുങ്ങി കാണിച്ചു കൊടുത്തേ. അവർക്ക് ഞെരുങ്ങാനല്ല അറിയാം, ഭർത്താക്കന്മാരെ ഞെരുക്കുക അല്ലേ? ഞെരുങ്ങിൽ പതിയില്ല എന്ന് മിക്കവാറും എനിക്ക് അടി കിട്ടും അമ്മമാരെന്ന്. അപ്പോൾ ഞെരുങ്ങുക, അത്ര തീവ്രമായ വേദനയുള്ളപ്പോഴാണ് ഈ ഞെരുങ്ങുക എന്ന് പറയുന്നത്. ഞാനിപ്പോൾ ഈ അടുത്തൊരാൾ ഞെരുങ്ങിയത് കണ്ടു. എൻ്റെ മൂത്ത അളിയൻ ആൾക്ക് ഈ മൂത്രത്തിൽ കല്ല് അത് ബുദ്ധിമുട്ട് വന്നപ്പോൾ ഞാൻ ഇപ്പോഴാണ് മനസ്സിലാക്കിയത് ഇത്ര വേദനയുണ്ടെന്ന്. അതിൻ്റെ വേദന എന്ന് പറയുന്നത് ക്ലേശകരമായിട്ടുള്ള വേദനയാണ്. ചെമ്മീൻ ചുരുളുന്ന പോലെ ഇങ്ങനെ നമ്മൾ വേദന പാരമ്യത്തിലെത്തുമ്പോൾ ഇങ്ങനെ ചുരുങ്ങുക. പിന്നെ ഞെരുങ്ങിയ കേരളത്തിൻ്റെ ഒരു മുത്തുണ്ട് കേട്ടോ. ആ മുത്തിൻ്റെ പേരെന്താ? വിശുദ്ധ അൽഫോൻസാമ അല്ലേ? സഹനം അതിൻ്റെ പാരമ്യത്തിലെത്തി നിന്ന് അവള് ചോര വീർക്കുന്ന രീതിയിലൊക്കെ വേദന അനുഭവിച്ച് അങ്ങനെ തൻ്റെ കുരിശും ചേർത്ത് പിടിച്ചിങ്ങനെ സഹനത്തിൻ്റെ പാരമ്യത്തിലെത്തി നിൽക്കുമ്പോൾ അവൾ ഇങ്ങനെ പറഞ്ഞു എന്നാണ് പറയുക, ഈ തേങ്ങേരെ മൂട്. അങ്ങനെ പറഞ്ഞ നമ്മൾ അങ്ങനെയൊക്കെയല്ലേ പറയുള്ളത്. അവൾ പറഞ്ഞു, സഹനം സമം സ്നേഹം എന്ന് പറഞ്ഞ് ആ ക്രൂശിത രൂപമെടുത്ത് അവൾ തൻ്റെ നെഞ്ചോട് ചേർത്ത് വെച്ചു എന്ന് പറയുക. അപ്പോ ഞെരുങ്ങിയ പരിശുദ്ധമ്മ. ഇനി എന്താ സംഭവിച്ചേ? സ്വർഗത്തിൽ മറ്റൊരടയാളം കൂടി കാണപ്പെട്ടു. സ്വർഗത്തിൽ മറ്റൊരടയാളം കാണപ്പെട്ടു. സ്വർഗത്തിലാണ് കേട്ടോ, നരകത്തിലല്ല. ശ്രദ്ധിച്ചിരുന്നോ? സ്വർഗത്തിൽ മറ്റൊരടയാളം കാണപ്പെട്ടു. എന്തടയാളം? ഇതാ അഗ്നിമയനായ ഒരു ഉഗ്രസർപ്പം. ഇതാ അഗ്നിമയനായ ഒരു ഉഗ്രസർപ്പം, തീ തുപ്പുന്ന ഒരു കാളസർപ്പം സ്വർഗത്തിലെ. ഞാൻ പറഞ്ഞല്ലോ കേട്ടോ, ശ്രദ്ധിച്ച് വായിക്കണം. ഒരു സ്ഥലത്ത് പ്രസവ ക്ലേശത്താൽ ഞെരുങ്ങുന്ന പൂർണ്ണ ഗർഭിണിയായ ഒരു മകന് ജന്മം കൊടുക്കാനായിട്ട് കിടന്ന് പൊളയുന്ന പരിശുദ്ധമ്മ അമ്മയെ കാണുന്നു, വെളിപാടിന്റെ കന്യകയെ കാണുന്നു. മറുഭാഗത്ത് തീ തുപ്പുന്ന വ്യാളിയെ പോലെ ആ സർപ്പം അത് ആരെ വിഴുങ്ങണമെന്ന് ഓർത്തുകൊണ്ട് നിൽക്കുക. വായിച്ചോ. അതിന് 7 തലയും 10 കൊമ്പും, തലകളിൽ 7 കിരീടങ്ങൾ. ഇവിടെ 12 കിരീടം മുടി ചാർത്തിയ പരിശുദ്ധമ്മയുടെ മുമ്പിൽ ഈ ചൊക്കിളി 7 കിരീടമായിട്ട് നിൽക്കുക. പക്ഷെ ഉണ്ട്, ആളുണ്ട്, കൂടെ ഉണ്ട് കേട്ടാ. അതുകൊണ്ട് മയപ്പെടുത്തരുത്. ഈ ചങ്ങാതി നമ്മുടെ കൂടെയുണ്ട്. എന്നിട്ട് എന്ത് സംഭവിച്ചു? അതിന്റെ വാൽ ആകാശത്തിലെ നക്ഷത്രങ്ങളിൽ 1/3 വാരിക്കൂട്ടി ഭൂമിയിലേക്ക് എറിഞ്ഞു. കട്ട കലിപ്പ. ഇതിന്റെ വാല് ചുഴറ്റി ആ പ്രദേശത്തുള്ള സകല മനുഷ്യരെയൊക്കെ വലിച്ച് ചുഴറ്റി എറിഞ്ഞ് അതിൻ്റെ പോവുക. ഞാൻ ഇവിടെ നിർത്തേട്ടാ. 12:5 വായിച്ചോ. അവൾ ഒരു ആൺകുട്ടിയെ പ്രസവിച്ചു. ഇങ്ങനെ ഈ കാളസർപ്പം, തീ തുപ്പുന്ന കാളസർപ്പം സ്വർഗത്തിന്റെ മറുഭാഗത്തിരുന്ന് ഇങ്ങനെ വാ പിളർന്ന് നിൽക്കുമ്പോൾ ഈ അയൺ ലേഡി, ഉരുക്ക് വനിത, ഉഗ്രമൂർത്തിയായ ഉഗ്രസ്വരൂപിണിയായ 12 നക്ഷത്രന്റെ കിരീടമണിഞ്ഞ, സൂര്യനെ ഉടയാടയാക്കിയ, ചന്ദ്രനെ പാദപിടമാക്കിയ പരിശുദ്ധമ്മ ഒരാൺ കുഞ്ഞിന് ജന്മം നൽകി. ഹല്ലേലൂയാ, 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 ഹല്ലേലൂയാ. ആ വചനം ഒന്നുകൂടി കൃപയോടെ വായിച്ചേ. സകല ജനപദങ്ങളെയും ഇരുമ്പ് ദണ്ട് കൊണ്ട് ഭരിക്കുവാനുള്ളവനാണ് അവൻ. ആ ഭാഗം അവളുടെ ശിശു. ആ ഭാഗം മതി. ആ ഭാഗം ഒന്നുകൂടെ വായിച്ചേൻ. അതിന് തൊട്ട് മുമ്പുള്ളത്. അവൾ ഒരു ആൺകുട്ടിയെ പ്രസവിച്ചു. അവൾ ഒരു ആൺകുട്ടിയെ പ്രസവിച്ചു. സകല ജനപദങ്ങളെയും ഇരുമ്പ് ദണ്ട് കൊണ്ട് ഭരിക്കാനുള്ളവനാണ് അവൻ. ഇതിങ്ങനെയൊന്നും വായിച്ച പോരാ. സകല ജനപദങ്ങളെയും ഇരുമ്പ് ദണ്ട് കൊണ്ട് ഭരിക്കുവാനുള്ള യേശു ക്രിസ്തുവിന് ജന്മം നൽകിയ
പരിശുദ്ധമ്മയാണവൾ. ഹല്ലേലൂയാ. അവളോടെ കളി. അപ്പൊ പ്രിയമുള്ളവരെ, ഈ ഉഗ്രസ്വരൂപിണിയായ വെളിപാടിന്റെ കന്യകയായ പരിശുദ്ധമ്മ നിന്റെ ഭവനത്തിലുണ്ടെങ്കിൽ, നിന്റെ ജോലി സ്ഥലത്തുണ്ടെങ്കിൽ, നിന്റെ വാഹനത്തിലുണ്ടെങ്കിൽ, നിന്നോടൊപ്പം യാത്ര ചെയ്യുന്നുണ്ടെങ്കിൽ, ഞാൻ പറയും, പിന്നെ നമ്മൾ എന്തിന് പേടിക്കണം? ആരെ പേടിക്കണം? കാരണം ഈ അമ്മയുടെ ചിറകിൻ കീഴിലാണ്, നീല മേലങ്കിക്കുള്ളിലാണ് നിന്നെ പൊന്നുപോലെ പൊതിഞ്ഞു പിടിച്ചിരിക്കുന്നതെന്ന് അമ്മ നമ്മെ പഠിപ്പിക്കുന്നു. എന്നോട് നിർത്താൻ പറഞ്ഞ സമയമായിട്ടോ, അതുകൊണ്ട് അനുസരണയാണ് നല്ലത്. ഞാൻ എൻ്റെ കഴിഞ്ഞില്ല, പക്ഷെ തൽക്കാലം നിർത്താം. ഈശോ നിങ്ങളെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ.